റമദാൻ ഒരു ദിവ്യ വെളിച്ചമാവുകയാണ്. ആ ദിവ്യ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രസരണം ചെയ്യപ്പെടുകയാണ്. നമ്മളറിയാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മത്തിന്റെ 10 ഭൗമമണ്ഡലത്തിലൂടെ കഴിഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തെ ചോദിച്ച നമ്മൾ അതിനോട് അനുബന്ധം കുറിച്ചിട്ട് നടത്തിയ ഒരു സ്നേഹത്തിന്റെ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഇവിടെ സംജാതമായിട്ടുണ്ട്. ഈ ഭൗമമണ്ഡലത്തിൽ വൈലോപ്പിള്ളി എന്ന് പറയുന്ന മലയാളം കണ്ട യശശരീരനായ കവിശ്രേഷ്ഠൻ പറഞ്ഞ പോലെ, നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. സ്വന്തം സഹോദരന്റെ സ്നേഹത്തിൽ സ്നേഹം കണ്ടെത്താനുള്ള ഒരു ഹൃദയപരത, സ്വന്തം സഹോദരൻ ദുഃഖിക്കുമ്പോ ഞാനും ദുഃഖിതനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ആത്മശക്തി, സ്വന്തം സഹോദരന് എപ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത് അപ്പോഴാണ് എൻ്റെ ആനന്ദം സാക്ഷാത്കൃതമായിരിക്കുന്നത് എന്ന് വിളംബരം ചെയ്യാനുള്ള ഒരു വിശാല മനസ്കത, ഇത് രൂപപ്പെടുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി തീരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ നടുത്തളത്തിലൂടെ സൂര്യൻ പട്ടാപ്പകൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റാന്തൽ വിളക്ക് കത്തിച്ചിട്ട് നടന്നുപോയ ലോകം കണ്ട ദിഗ്വിജയൻ, ബുദ്ധിജീവി, സാഹിത്യ സാമ്രാട്ട്, പണ്ഡിതൻ, മഹാരഥൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഡയോജനിസ് എന്ന് പറയുന്ന ചക്രവർത്തി, ഡയോജനിസ് സൂര്യൻ നട്ടുച്ചക്ക് ഉജ്ജ്വലമായി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മണലാരണ്യത്തിലൂടെ വിളക്ക് കത്തിച്ചിട്ട് നടന്നു പോകുന്നത്. ആളുകൾ ഡയോജനിസിനോട് ചോദിച്ചുപോയി, അല്ല ഡയോജനിസ്, അങ്ങ് വിശ്വവിഖ്യാതനാണ്, അങ്ങ് ലോകം കണ്ട പണ്ഡിത മഹാരഥനാണ്, ആ അങ്ങാണോ ഇത്രയും വലിയ വിഡ്ഢിത്തം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? സൂര്യൻ പട്ടാപ്പകൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ എന്തിനാണ് ഒരു വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ നടക്കുന്നത് എന്ന് ഡയോജനിസ് അതിന് മറുപടി പറഞ്ഞുപോയി, ഞാൻ മനുഷ്യനെ തിരയുകയാണ്, മനുഷ്യന്റെ അസ്തിത്വം കണ്ടെത്താൻ എനിക്കൊരു വിളക്ക് കത്തിക്കേണ്ടി വന്നു. സൂര്യൻ ജ്വലിക്കുമ്പോഴും എന്തിനാണ് എന്റെ കയ്യിൽ ഒരു റാന്തലിന്റെ തിരിവട്ടം എന്നതിന്റെ വിശദീകരണം ഡയോജനിസ് എന്ന് പറയുന്ന ചരിത്രം കണ്ട ബുദ്ധിജീവി നൽകിയത്, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. ആളുകൾ ചോദിക്കാൻ ഒരുമ്പെട്ടു, ഞങ്ങളാരും മനുഷ്യരല്ലേ? പക്ഷേ അത് അവർ ചോദിച്ചില്ല. കാരണം അല്ല എന്ന മറുപടി മുഴങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ പരിധിയിൽ നിന്ന് ചോദ്യകർത്താക്കളായ നമ്മൾ പുറത്തു പോകും എന്ന ആശങ്ക ആ ചോദ്യത്തിൽ നിന്ന് അവരെ വിലക്കി എന്ന് ഡയോജനിസിന്റെ ചരിത്രം മനുഷ്യകുലത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മനുഷ്യത്വം? അല്ലാമ ഇഖ്ബാൽ ഒരു കൊച്ചുകുട്ടിയെ പറ്റി കവിത പാടുന്നുണ്ട്. ആ കുട്ടി തന്നെ ലോകത്തിന്റെ മുമ്പിൽ തന്റെ സ്വപ്നം പങ്കുവെക്കുകയാണ്. ലബ് പേ ആതി ഹൈ ദുആ ബൻകെ തമന്നാ മേരി ജിന്ദഗി ശമ്മ കി സൂറത്ത് ഹ ഖുദായാ മേരി. അല്ലാഹുവേ തമ്പുരാനേ, നീയാണ് ഉടയ തമ്പുരാൻ, നീയാണ് ലോകത്തിന്റെ ഛത്രാധിപത്യം ഏറ്റെടുത്ത തമ്പുരാൻ, നീയാണ് ഒരുമിപ്പിക്കുന്നവൻ, നീയാണ് ഭിന്നിപ്പിക്കുന്നവൻ. ആ സൃഷ്ടാവായ തമ്പുരാനെ നിന്നോട് ദുആ ചെയ്യുകയാണ്. ഞാനൊരു കൊച്ചുകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിമോൻ കാലത്തിന്റെ പലകപ്പുറത്തേക്ക് കടന്നു വന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ജിന്ദഗി ശമ്മ കി സൂറത്ത് ഹ ഖുദായാ മേരി. അല്ലാഹുവേ, എൻ്റെ ജീവിതം ഒരു മെഴുകുതിരി വെട്ടം പോലെ പ്രകാശമാനമാകണേ തമ്പുരാനെ. ഞാനാകുന്ന മെഴുകുതിരി ഉജ്ജ്വലമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ എൻ്റെ പ്രകാശത്തിന്റെ തിരുവട്ടത്തിൽ വന്നിട്ട് ലോക ജനത അന്ധകാരത്തെ പകഞ്ഞു മാറ്റാൻ അവർക്ക് ശക്തി ലഭിക്കണം തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് കവിത പാടിയ ഒരു കൊച്ചുകുട്ടിയെ ഞാൻ ഇവിടെ ഓർത്തു പോവുകയാണ്. ഇവിടെ പരിശുദ്ധ റമദാൻ ഷരീഫിന്റെ 2ാമത്തെ പത്തിൽ അല്ലാഹുവിനോട് മഗ്ഫിറത്തിനെ തേടാൻ വേണ്ടി നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പുണ്യമീ വാസരം പൂക്കും മഹൽ ഗുണം, പുണ്യങ്ങളെല്ലാം തളിർത്ത സൗഗന്ധികം, പുലരിയിൽ തൊട്ടു പ്രദോഷം വരെ നല്ല പൂർണ്ണമാം നോമ്പിൻ സുഗന്ധങ്ങളേന്തിയേ
കാരുണ്യമേകുന്ന 10 ദിനങ്ങളും പാപം പൊറുക്കുന്ന 10 ദിനങ്ങളും സ്വർഗീയ ലോകപ്രവേശം ചൊരിയുന്ന അവസാന 10 നോമ്പിൻ സുഗന്ധവും മുത്ത് റസൂൽ തൻ മുസല്ലയിൽ നാഥന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ചോദിച്ചു പ്രാർത്ഥിച്ച റമളാൻ നിലാവിലെ യാമസൗരഭ്യം വിടർത്തും വസന്തമേ. പരിശുദ്ധ പ്രവാചക തിരുമേനി തന്റെ വീട് വിട്ടിട്ട് പുറത്തു പോകാത്തൊരു 10 ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയി എന്ന് ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ ഗോപുരമേ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മണലാരണ്യത്തിൽ വസന്തം പൂക്കുകയാണ്. മരിപ്പറമ്പിലേക്ക് വസന്തം വിരുന്ന് വന്നൊരു പ്രതീതി റമളാൻ മാസമായി കഴിഞ്ഞാൽ മദീന മുനവ്വറയിൽ ഞങ്ങൾ കണ്ടുപോയി. പരിശുദ്ധ പ്രവാചക തിരുമേനി മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയുടെ ഉന്നതമായ മിഹ്റാബിലേക്ക് ഇമാമായിട്ട് കയറി നിന്നിട്ട് നമസ്കാര നിർവഹണം നടത്തുമ്പോൾ പരിശുദ്ധ നായകന്റെ പിന്നിൽ സഫ് കെട്ടി മഅ്മൂമായിട്ട് നിൽക്കാൻ ആ ലോകനായകൻ അല്ലാഹുവേ നിന്റെ ദർബാറിലേക്ക് 2 കൈയും നീട്ടിയിട്ട് ദുആ ചെയ്യുമ്പോ പരിശുദ്ധ റഹ്മത്തുൽ ആലമീന്റെ ദുആക്ക് ഒരു ആമീൻ പറയാൻ 10,000 മദീനയുടെ മസ്ജിദുൻ നബവിയിലും അതിന്റെ പുറകിലുമായിട്ട് കൂടുമ്പോൾ അതിലൊരു ബിന്ദുവായിട്ട് അണിചേരാൻ അല്ലാഹുവേ എനിക്ക് ഭാഗ്യമുണ്ടാകണേ തമ്പുരാനെ എന്ന് കണ്ടിട്ട് ശാമിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ മഅ്മൂമായിട്ട് ദുആ ചെയ്യുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം, ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഭൗതിക ലോകത്തേക്ക് നമ്മൾ പറഞ്ഞേക്കപ്പെട്ടത്? ശരിക്ക് നമ്മൾ ദുനിയാവിനെ പറ്റി ഒരു വിചാരപ്പെടലുകൾ നടത്താൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് റബ്ബേ നീ എന്നെ പറഞ്ഞയച്ചത് എന്നൊരു തോന്നൽ നമുക്ക് ഉളവാകുന്നതാണ്. ആ തോന്നലാണ് ഖബർ കാണിക്കുന്നത്, ആ തോന്നലാണ് ഹിസാബ് കാണിക്കുന്നത്, ആ തോന്നലാണ് മഹ്ശറാവൻ സഭയിലേക്ക് കടന്നു പോകാനുള്ളവനാണ് ഞാനെന്ന ബോധം ഹൃദയത്തിലേക്ക് കുടിയിരുത്തുന്നത്. അതുകൊണ്ട് റമളാൻ എന്ന് പറയുന്നത് വലിയൊരു സേവനത്തിന്റെ ത്യാഗസന്നദ്ധതയുടെ മാസമാണ്. ഇപ്പൊ ഒരുപാട് അന്യമതസ്ഥരായ ആളുകളൊക്കെ റമളാനിനെ മനസ്സിലാക്കാൻ വിശുദ്ധ റമളാൻ ഷരീഫിലൂടെ വലിയ ചൈതന്യങ്ങൾ നേടാനൊക്കെ കടന്നു. മലയാള മനോരമയുടെ ഒരു സ്പെഷ്യൽ പതിപ്പിൽ വായിക്കാൻ സാധിക്കുകയുണ്ടായി. അരീക്കോടുള്ള കല്യാണിയമ്മ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരി, ഒരു അമ്മച്ചി, നോമ്പെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്പൈനൽ കോഡിന്റെ വേദന പൂർണ്ണമായും പമ്പ കടന്നു. ഇനി ഞാൻ വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ സഹോദര മതസ്ഥരായ ആളുകളൊക്കെ വിശുദ്ധ റമളാൻ മാസത്തെ പുൽകാനും പുണരാനും അതിനെ സ്വീകരിക്കുവാനും അതിൻ്റെ പ്രാധാന്യങ്ങളെ മറ്റുള്ള ആളുകളിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവേശകരമായ മുഹൂർത്തമാണ് പുതിയ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, മാനവികതയുടെ ഉജ്ജ്വലമായ സന്ദേശം ലോക ചരിത്രത്തിന്റെ മുൻപിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടിച്ചേരലുകൾ, സമ്മേളനങ്ങളായി കൊണ്ടിരിക്കുകയാണ്. അത്തരം സംഗമങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം മനുഷ്യപ്പറ്റിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയാറുണ്ട്. ഹ്യൂമൻ ബീയിങ് ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹം, ഹ്യൂമൻ ബീയിങ്. അതിലപ്പുറം നമ്മൾ പറയേണ്ടത് അത് നേരെ തിരിച്ചു വായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അഥവാ ബീയിങ് ഹ്യൂമൻ. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതിനേക്കാൾ ബീയിങ് ഹ്യൂമൻ, ഒരു മനുഷ്യനാവുക, ഒരു മനുഷ്യനാവുക. ഡയോജനിസ് പറഞ്ഞ പോലെ മനുഷ്യന്റെ സത്ത കണ്ടെത്തുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കളും മഹാരഥന്മാരുമായ ആളുകൾ ഈ പാത വെട്ടിത്തെളിച്ച് നമ്മുടെ മുമ്പിലേക്ക് സുതാര്യമാക്കി തന്നത്. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ വലമ്മാ അലിമൂ أنها ليست لحي وطنا جعلوها لجة واتخذوا
സാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. അല്ലാഹുവിന്റെ ഒരു പറ്റം ഔലിയാക്കന്മാരുണ്ട്. അവര് ദുനിയാവിനോട് ത്വലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ദുനിയാവിന്റെ മുഖത്ത് നോക്കി തല്ലഖ്തുകി, ഭൗതിക ലോകമേ ഞാൻ നിന്റെ 3 ത്വലാഖ് ചൊല്ലി എന്ന് ദുനിയാവിനോട് പറഞ്ഞു കടന്നുപോയ പണ്ഡിതന്മാര് ലോക ചരിത്രത്തിലൂടെ നടന്നു പോയിട്ടുണ്ട്. ആ ശ്രേണിയിലൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഏഷ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിത മഹാപ്രസ്ഥാനം നിലകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നളറു ഫീഹാ വലമ്മാ അലിമൂ, ഈ ദുനിയാവിന്റെ വഞ്ചനകളിലേക്ക്, ഈ ദുനിയാവിന്റെ വൈകൃതങ്ങളിലേക്ക് അവർ ഒന്ന് എത്തി നോക്കിപ്പോയി. അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത് ലിഹൈം വാതനാ, ഇത് ശാശ്വതമായി ജീവിക്കാൻ പറ്റുന്നവന് എറ്റേണിറ്റിയോടുകൂടെ അവന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് ദുനിയാവ് എന്ന ശങ്ക അല്ലെങ്കിൽ ഉറപ്പ് ആർക്കും വേണ്ട. ഇത് നമുക്കൊരു പെർഫെക്റ്റ് ആയ, ഒരു പെർമനന്റ് ആയ ഭൂമിയല്ല എന്ന് പണ്ഡിതന്മാര് മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു? ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ, ആ ദുനിയാവിനെ അവരാക്കി മാറ്റി ലുജ്ജതൻ, തിരയിട്ടടിക്കുന്ന സാഗരത്തിലെ തരമാലകളാക്കി ദുനിയാവിന്റെ ഫസാദുകൾ അവര് മാറ്റി. വത്തഖദൂ സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ, ആ തിരയിട്ടടിക്കുന്ന തരമാലകളുള്ള ദുനിയാവിന്റെ ഫസാദാകുന്ന തരമാലകൾക്കിടയിലൂടെ ആടാതെ ഉലയാതെ, കാലത്തിന്റെ കാറ്റിലും കോളിലും പെടാതെ, കാലത്തിന്റെ മഹാവിസ്ഫോടനാത്മകമായ പ്രളയങ്ങളിൽ പെടാതെ, കടലിന്റെ ക്ഷോഭങ്ങളിൽ പെടാതെ തീരത്തേക്ക് അണയാൻ ആരാണ് സന്നദ്ധരായത്? അവർക്ക് തീരമണയാനുള്ള കപ്പലാണ് സ്വാലിഹുൽ അഅമാൽ. ഈ തിരയിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവാകുന്ന തീരക്കടലിൽ തീരത്തേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ ഒരു പടക്കപ്പൽ അനിവാര്യമാണ്, ഒരു യാനപാത്രം അനിവാര്യമാണ്. ആ യാനപാത്രമാണ് സ്വാലിഹുൽ അഅമാൽ. ഈ ഇരുത്തം അല്ലാഹു തന്ന തൗഫീഖാണ്. നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളല്ലാത്ത 100 കൂട്ടം ആളുകൾ അവരുടെ ജീവിതത്തിലെ ഭൗതിക തിരക്കുകളുമായി, വ്യവഹാരങ്ങളുമായി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കാൻ ഈ സമയത്ത് പോലും എന്തേ, ഏതൊരു മെസ്മറിസം, ഏതൊരു ശക്തിയാണ് നമ്മളെ ഈ പന്തലിന്റെ ചുവട്ടിലേക്ക് ഗ്രാസ്പ് ആകർഷിച്ചത്, നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഘടകം എന്താണ്? അപ്പൊ അത് തൗഫീഖാണ്. അല്ലാഹു കുറച്ചു നേരമാണെങ്കിലും 1-2 മണിക്കൂറാണെങ്കിലും പഠിച്ചോനെ ദീനിന്റെ സദസ്സിൽ പോയി ഞാൻ ഇരുന്നു എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി സാക്ഷി പറയാൻ ഉതകുന്ന രീതിയിലുള്ളൊരു സദസ്സിന്റെ മുറ്റത്തേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തന്ന തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ തേടണം. ഇടക്കിടക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മനസ്സിലാക്കണം. ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സദസ്സ് എന്നതിലപ്പുറം ജീവിതം തന്നെ ദീന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാകണം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ സ്റ്റേജ് കെട്ടിയിട്ടുള്ള ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടന്നിട്ടില്ല. CD പബ്ലിഷ് ചെയ്തല്ല അന്ന് ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ നടന്നത്. അന്ന് ജീവിതമാണ് സന്ദേശം. എവിടെ പോകുമ്പോഴും എന്താണോ കണ്ടത് അവിടെ തിരുത്തി കൊടുക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പഠിപ്പിക്കപ്പെടുന്ന മതത്തിന്റെ പ്രബോധനത്തെ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. ആ തിരുമേനിയാണ് പറഞ്ഞത്, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വലിയ വിജ്ഞാനം സന്ദർഭത്തിനനുസൃതമായ വിജ്ഞാനമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കുട്ടിയെ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും, മോനെ നീ സലാം പറയാൻ വിട്ടുപോയല്ലോ. വീട്ടിലേക്ക് കയറി വരുമ്പോ നീ സലാം പറയണ്ടേ? അതുകൊണ്ട് സലാം പറയൽ ഒരു ഇസ്ലാമിന്റെ മര്യാദയാണ് എന്ന് കുഞ്ഞുമോന്റെ മുഖത്ത് നോക്കി ആ ഇവന്റ്, ആ സംഭവം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ എത്ര ജന്മമുണ്ടെങ്കിലും ശരി, ഇനി വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവന്റെ ചുണ്ടുകളിൽ സലാം തത്തിക്കളിക്കും എന്നത് തീർച്ചയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പണിയോ, കുട്ടി സലാം പറയാൻ വിട്ടുപോയാല് ഇവൻ ഇങ്ങനെ സലാം പറയുന്ന ശീലമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ട്യൂഷൻ ടീച്ചർ അടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ തർബിയത്ത് കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് ഇവനെ പറഞ്ഞേക്കണം. അപ്പൊ നമ്മൾ അതിന്റെ സമാന്തരമായ വഴികളെ പറ്റി അന്വേഷണം നടത്തുകയാണ്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ലേ? ദീന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ
فأنزل سكينة علينا وثبت الأقدام إلا قينا نحن الأولى جاءوك مسلمين صلوا عليه وسلموا تسليما. ഇത്ര മനോഹരമായ പ്രകാശമാനമായിരിക്കുന്ന പ്രസ്ഥാനമായി പരിശുദ്ധ മതം അറേബ്യൻ മണലാരങ്ങളിൽ നിന്ന് കടന്നു വരികയാണ്. ഇന്നൽ ഈമാന യരിസു ഇലൽ മദീന, ഈ ഈമാന് മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. നമുക്കൊക്കെ നമ്മുടെ കൽബിലേക്ക് ചേർത്താൻ കഴിഞ്ഞിരിക്കുന്ന ഈമാൻ അത് മദീനയിൽ നിന്ന് വിരുന്നു വന്ന ഈമാൻ, മദീനയുടെ മണലാരണ്യത്തിൽ നിന്ന് ലോകനായകന്റെ വാഗ്ദോരണികളിലൂടെ ലോകത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പ്രവഹരിച്ചു പോയ ഈമാൻ അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് മാലിക് ബിൻ ദീനാറിലൂടെ ചേക്കേറുകയാണ്, അവിടുത്തെ അനുയായികളിലൂടെ ചേക്കേറുകയാണ്. ആ ഈമാനിനെ കട്ടെടുത്ത് കൊണ്ടുപോകാൻ ഇവിടെ വിധ്വംസക ശക്തികള്, വിഘടനവാദികള്, ബിദഈ പ്രസ്ഥാനക്കാര് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധരായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന ലോകം കണ്ട സാത്വികനായ പണ്ഡിതൻ കടലിന്റെ തിരമാലകൾ വന്ന് കോഴിക്കോട്ട് കടപ്പുറത്തിന്റെ പരിസര തീരങ്ങളിലേക്ക് ആർത്തലച്ച് അട്ടഹാസം കുറിച്ചിട്ട് കടന്നു വന്നപ്പോ ആയിരം ആളുകൾക്ക് അവരുടെ കടപ്പാടം നഷ്ടപ്പെട്ടു പോയപ്പോ വരക്കല് ബാലവി തങ്ങളുടെ അടുക്കൽ പോയിട്ട് കോഴിക്കോട്ടുകാര് പരാതി പറയുകയാണ്, തങ്ങളെ കടല് വന്നിട്ട് അക്രമം നടത്തുകയാണ്, കടലാക്രമം രൂക്ഷമായിട്ട് കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനായ അന്നത്തെ അള്ളാഹുവിന്റെ വലിയായ സയ്യിദായ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ രക്തത്തിന്റെ പരമ്പരയിലെ പേരക്കിടാവായ നമ്മുടെ നായകനായ വരക്കൽ തങ്ങള് നേരെ ഒരു വടികുത്തിയിട്ട് കടലിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കടലിനോട് അഭിമുഖമായി ഒരു മഹാനായ മനുഷ്യൻ നടന്നുപോയി. നീലത്തിമിംഗലങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന അടങ്ങാത്ത കടലിനോട് ഒരു ബലഹീനനായ മനുഷ്യൻ, എന്നാൽ ആത്മീയ ശക്തി കൊണ്ട് ഹിമാലയ സാനുക്കളുടെ ശക്തി പേറിയ ഒരു മഹാരഥനായ മനുഷ്യൻ ഈ വിരലി ചൂണ്ടിയിട്ട് പറഞ്ഞുപോയി, കടലേ അടങ്ങണം, ഇനി ഇങ്ങോട്ട് കടന്നു വരാൻ പാടില്ല. എത്ര കിലോമീറ്ററുകളാണ് കടൽ ഉൾവലിഞ്ഞു പോയത്. ആ ഉൾവലിഞ്ഞു പോയ കടലിന്റെ കടപ്പുറമാണ് ഇന്ന് കോഴിക്കോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ബഹുമാനിച്ചൊരു മഹാനുഭാവന്റെ വാക്കിന് ശക്തിയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശക്തി കൊണ്ട് പറന്നുപോയൊരു പ്രസ്ഥാനത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പടച്ച റബ്ബ് നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യം എത്ര മഹത്തായ സൗഭാഗ്യമാണ്. ഉത്തരേന്ത്യക്കാർക്കത് കിട്ടിയില്ല, ബീഹാർക്കാർക്കത് കിട്ടിയില്ല, ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്കത് കിട്ടിയില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിൽ പോയിട്ട് ആര് ഭരണം നടത്തണം, ആരാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകേണ്ടത് എന്ന് തീരുമാനിക്കാൻ യു പിയിലെ മുസ്ലിങ്ങൾക്ക് സാധിക്കും. ആ യു പിയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ആരൂഢനാകണം എന്ന് തീരുമാനമെടുത്തത്. കാരണം യു പിയിലെ മുസ്ലിങ്ങൾക്ക് ബോധം കൊടുക്കാൻ ഇവിടെ ആളില്ല. ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കറന്ന് അറ്റാക്ക് ചെയ്യുകയല്ല, പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ലോകത്ത് ഇന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതി ചാപ്പ് പ്രാചി എന്ന് പറയുന്ന ഈ ഒരു MP, മുസ്ലിങ്ങളില്ലാത്ത ഇന്ത്യ, മുസ്ലിംലെസ് ഇന്ത്യ, ദാറ്റ് ഈസ് മൈ ഡ്രീം എന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറയാൻ ഒരു ഉന്നതാധികാര സ്ഥാനത്തിരിക്കുന്ന രാജ്യത്തിന്റെ പാർലമെന്റിന്റെ മെമ്പറായി പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് അത് അനൗൺസ് ചെയ്യാ എന്നൊക്കെ പറയുന്നത് എത്ര ദയനീയമായ കാര്യമാണ്. അപ്പൊ അതിലൊന്നും ആടാതെ ഉലയാതെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, അതിന്റെ മതേതര പൈതൃകം, അതിന്റെ കമ്മ്യൂണൽ ഹാർമണി ഇന്ന് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ കുട്ടികളെ ആധികാരികമായി മതം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയപ്പോ ആ മദ്രസയുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി ചേർത്ത് ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, ഈ രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് മക്കളെ എന്നൊരു പാഠം അഖീദ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ, അഖ്ലാഖ് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ, കർമ്മശാസ്ത്രം ഫിഖ് നമ്മുടെ കുട്ടിക്ക് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ
നമ്മുടെ മതപണ്ഡിതന്മാർ എഴുതി വച്ചിരിക്കുകയാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് ഇസ്ലാമിന്റെ ആരാധന പഠിപ്പിക്കുന്ന വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, ഞാൻ ശിർക്ക് വെക്കുന്നവനല്ല തമ്പുരാനെ. എല്ലാ മതക്കാരും അധിവസിക്കുന്ന ഭാരതാംബയുടെ ആകാശം എന്ന് പറയുന്ന നീലമേലാപ്പിന്റെ താഴെ ഭൂമി എന്ന് പറയുന്ന ഈ പച്ചപ്പരപതാനിയുടെ മുകളിൽ ഇവിടെ ഹൈന്ദവനെ കാണുന്ന നമ്മൾ, ക്രൈസ്തവനെ കാണുന്ന നമ്മൾ, ജൂതനെ കാണുന്ന നമ്മൾ, സിഖുകാരനെ കാണുന്ന നമ്മൾ, പാർസിയെ കാണുന്ന നമ്മൾ, ജൈനനെ കാണുന്ന നമ്മൾ, ബുദ്ധനെ കാണുന്ന നമ്മൾ, ബഹായിയെ കാണുന്ന നമ്മൾ, മതമുള്ളവനെയും മതമില്ലാത്തവനെയും കണ്ടുകൊണ്ടിരിക്കുന്ന മുസൽമാൻ അവന്റെ മതപാഠശാലയിലേക്ക് വളരെ ഫ്രഷായ സമയത്ത് നമ്മുടെ ബാലപാഠം പഠിക്കാൻ നമ്മുടെ കുഞ്ഞുമോനും നമ്മുടെ കുഞ്ഞുമോളും ഖുർആൻ കയ്യിലേന്തിയിട്ട് അസ്സലാമു അലൈക യാ അബി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുമോനെ, കുഞ്ഞുമോളെ, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. നീ ജനിച്ചു വളർന്ന രാജ്യത്തെ സ്നേഹിക്കൽ വിശ്വാസത്തിന്റെ ഭാഗമാണടാ എന്ന് നമ്മുടെ കുട്ടിയെ പഠിപ്പിക്കാൻ സമസ്തയുടെ മതപണ്ഡിതന്മാര് മുശാവറ കൂടിയിട്ടത് പുസ്തകത്തിൽ ഒരു ചാപ്റ്ററായി എഴുതി ചേർക്കണം എന്ന് ഈ തലപ്പാവുധാരികളായ പണ്ഡിതന്മാര് തീരുമാനമെടുത്തു. അങ്ങനെ ഒരു അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനമായി സമസ്ത ഇവിടെ മാറിയപ്പോ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പറിൽ നിന്ന് ഒരു വർഗീയത ആരോപിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പർ ഇതുവരെ വർഗീയതയുടെ പേരിൽ ക്രിമിനലായിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും രീതിയിൽ ഫനാറ്റിസ്റ്റ് തിയറി പ്രചരിപ്പിച്ചിട്ടില്ല, എക്സ്ട്രീമിസം പഠിപ്പിച്ചിട്ടില്ല, ടെററിസം പഠിപ്പിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണിയാണ് SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇന്ത്യ മഹാരാജ്യം റിപ്പബ്ലിക്കായ ഒരു ദിവസമാണ് ജനുവരി 26. ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഈ രാജ്യം റിപ്പബ്ലിക്കായതിനെ ആധികാരികമായി രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും തോളോട് തോളുരമ്മി കൊക്കോട് കൊക്കുരമ്മി കയ്യോട് കൈ ചേർത്ത് ആലിംഗനം ചെയ്ത് ആശ്ലേഷണം നടത്തി പരിരംഭണം ചെയ്ത് ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ തൊപ്പിവെച്ച തലപ്പാവ് ധരിച്ച താടി വെച്ച ഒരു മതപണ്ഡിത പ്രസ്ഥാനമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ വ്യത്യസ്ത ജില്ലകളിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഉച്ചരിച്ചിട്ട് എല്ലാ മതക്കാരെയും അതിഥികളായി ഉൾപ്പെടുത്തിയിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇന്ത്യ രാജ്യം റിപ്പബ്ലിക്കായ സായാഹ്നത്തിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കുകയാണ്. ഇസ്ലാമിനെ നന്നാക്കാനുള്ള പ്രതിജ്ഞയല്ല, ആഖിറത്തെ പഠിപ്പിക്കുന്ന പ്രതിജ്ഞയല്ല, ഖബറാണ് എന്ന് പഠിപ്പിക്കുന്ന പ്രതിജ്ഞയല്ല, ഇസ്ലാമിന്റെ വക്താക്കളെ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഫണ്ട് കാണണം എന്ന പ്രതിജ്ഞയല്ല. രാഷ്ട്രം രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ സൗഹൃദത്തിന്റെ കരുതൽ അനിവാര്യമാണ്. MGS നാരായണൻ കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്ര പണ്ഡിതനാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ MGS നാരായണൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി ലോകത്തെ ഇന്ത്യ രാജ്യത്തിലെ കേരളത്തിലെ തലയെടുപ്പുള്ള പത്രപ്രവർത്തകരോട് മാധ്യമ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു പോയി, രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് ആണത്തത്തോടുകൂടെ വിളിച്ചു പറയാൻ ഇവിടെ സാംസ്കാരിക സംഘടനകൾക്ക് സാധ്യമായില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നതിന്റെ മുമ്പ്, ഏതെങ്കിലും ക്ലബ്ബുകൾക്ക്, ഇസങ്ങൾക്ക്, അസോസിയേഷനുകൾക്ക് സാധിക്കുന്നതിന്റെ മുൻപ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അച്ചടക്കമുള്ള പണ്ഡിത വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം അവർ ഉയർത്തിപ്പിടിക്കുന്നത് അവരൊരു മതവിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. They are representing a religious theory. പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് അവരൊരു മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് അവർ വിളിച്ചു പറയുന്ന സ്ലോഗം, അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയലോഗ്, സ്റ്റേറ്റ്മെന്റ്, രാജ്യം രക്ഷപ്പെടണമെങ്കിൽ എല്ലാ മതക്കാരും സൗഹൃദത്തിലേക്ക് കടന്നു പോകണം. ആമിനത്താത്താന്റെ വീട്ടിലേക്ക് കടന്നുപോയി കഞ്ഞി കുടിച്ച ലക്ഷ്മിക്കുട്ടിയമ്മയെ ആമിനത്താത്താന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മക്ക് ഒരു കുമ്പിള് കഞ്ഞി ആമിനത്താത്താന്റെ കൈ കൊണ്ട് വിളമ്പി കൊടുക്കണം. കോരന്റെ വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ കോരന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു നടന്നിട്ട് ഇപ്പൊ രാജ്യം വർഗീയതയിലാണ്, ഞാൻ കോരനെ മറക്കുകയാണ് എന്ന് പറഞ്ഞ കോയാക്കാനോട്, കോയാക്ക നിങ്ങൾ തിരിച്ചുപോ കോരന്റെ വീട്ടിലേക്ക്, അവനും ഒരു മനുഷ്യനാണ് എന്ന സമത്വത്തിന്റെ സന്ദേശം ഇവിടെ മുഴക്കാൻ നമുക്ക് സാധിക്കണം.
അതാണ് മനുഷ്യൻ. ദുശ്മൻ സനെ ബദലാലിയ ഹസ്രത്തിനെ കബീബി, ദുശ്മൻ സനെ ബദലാലിയ ഹസ്രത്തിനെ കബീബി, മാറാ भी तो अखलाक के तलवार से मारा. പെരുമ്പാവൂരിൽ രാജേശ്വരിയുടെ മകളായ ജിഷ കൊല ചെയ്യപ്പെട്ടപ്പോൾ ദാരുണമായി നിയമവിദ്യാർത്ഥിനിയായ ജിഷ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജിഷയുടെ പ്രതിയായി പിടികൂടപ്പെട്ടത് മാധ്യമങ്ങളുടെ മുമ്പിൽ ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന കേരളത്തിന്റെ DGPയുടെ നേതൃത്വത്തിൽ പ്രതിയെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പണം നടത്തിയപ്പോൾ പ്രതി ആരാണ്? അമീറുൽ ഇസ്ലാം, ആസാമുകാരനായ ഇസ്ലാമിന്റെ തനതായ പേര് സ്വീകരിച്ചൊരു വ്യക്തിയാണ്. ഇസ്ലാമിന്റെ നേതാവ് എന്നാണ് അവന്റെ പേരിന്റെ അർത്ഥം. എന്ന് കണ്ടിട്ട് മുസ്ലിങ്ങളാരെങ്കിലും അവന്റെ കൂടെ നിന്നോ? ഇല്ല. ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്, ജിഷയെ കൊന്ന അമീറുൽ ഇസ്ലാമിന് അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിട്ട് പോലീസ് മാതൃകയാകണം, കോടതി മാതൃകയാകണം. അവിടെ ഒരു അമീറുൽ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താനല്ല നമ്മൾ മുന്നോട്ട് വരുന്നത്. നമ്മൾ പാവപ്പെട്ട ജിഷയുടെ കൂടെ നിൽക്കുകയാണ്. എന്തിന്റെ പേരിൽ? എന്തിനാണ് പാവപ്പെട്ട ഒരു യുവതി കൊല ചെയ്യപ്പെട്ടത്? അകാരണമായി കൊല ചെയ്യപ്പെട്ട യുവതിയുടെ കൂടെ നിൽക്കാൻ ഈ തൊപ്പിവെച്ച മതപണ്ഡിതന്മാരുടെ പ്രസ്ഥാനമുണ്ട് എന്ന് പറയാൻ SKSSFന്റെ പേരിൽ, SYSന്റെ പേരിൽ സ്വരുക്കൂട്ടപ്പെട്ട റമദാനിന്റെ ആത്മീയ സദസ്സിന്റെ വേദി ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആ പാരമ്പര്യമാണ് കേരളത്തിലൂടെ നമ്മുടെ മഹാരഥന്മാര് കാണിച്ചു തന്നത്. നമുക്കറിയാം, മമ്പറം കുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങള്. ആരാണ് മമ്പറത്തെ കുതുബുസ്സമാൻ തങ്ങൾ? പാപ്പ ചൂട്ട് കെട്ടണം, നിങ്ങൾ തെങ്ങിന്റെ മുകളിൽ ചൂട്ട് കെട്ടണം. ഓലക്കൊടി കത്തിച്ചിട്ട് തീ കൊടുത്തിട്ട് ആ ചൂട്ട്, ആ പന്തം തെങ്ങിന്റെ മുകളിൽ കെട്ടണം. ഇവിടെ കടപ്പുറത്തുള്ള തെങ്ങിന്റെ മുകളിൽ. എന്തിനാണ് തങ്ങൾ പാപ്പ ഈ നട്ടപ്പാതിര സമയത്ത് തെങ്ങിന്റെ മുകളിൽ കയറി രാത്രികാല ചൂട്ട് കെട്ടുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞുപോയി, അവിടെ കടലിന്റെ കിലോമീറ്ററുകൾക്കുള്ളിൽ ആഴക്കടലിന്റെ ഉൾഭാഗത്ത് മത്സ്യബന്ധനത്തിന് വേണ്ടി കടന്നുപോയ മത്സ്യത്തൊഴിലാളികൾ തീരമേത് എന്നറിയാതെ, കടലേത് എന്നറിയാതെ, ദിശ അറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ആകാശത്ത് ചന്ദ്രനില്ല, നിലാവില്ല. കൂരിരുട്ട് മൂടിപ്പരന്നുകൊണ്ടിരിക്കുന്ന കടലിന്റെ ഉള്ളിൽ നമ്മുടെ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ കപ്പക്കാര് കുടുങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തെങ്ങിന്റെ മുകളിൽ നമ്മൾ ചൂട്ടുകെട്ടുമ്പോ തീരം ഇതാണ് തീരപ്രദേശം, ഇതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിഞ്ഞ് അവര് തോണി ഇങ്ങോട്ട് തുഴഞ്ഞിട്ട് കടന്നു വരും. തങ്ങളുപ്പാപ്പ എങ്ങനെയാണ് ഈ രാത്രിയുടെ നട്ടപ്പാതിരയുടെ കൂരിരുട്ടിന്റെ ഇടയിൽ കടലിന്റെ ഉള്ളിൽ കിലോമീറ്ററുകളോളം അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ കണ്ടത് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു തആലയുടെ വലിയായ കുതുബുസ്സമാൻ, കേരളത്തിന്റെ താരോദയമായ കുതുബുസ്സമാൻ അലവി തങ്ങൾ പറഞ്ഞുപോയി, അത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഏതാണ് ആ കണ്ണ്? മുഖത്തുള്ള കണ്ണുകൊണ്ട് അലവിക്കത് കാണാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ കൽബിന്റെ ഉള്ളിലുള്ള കണ്ണുകൊണ്ട് എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്നു. സഹോദരങ്ങളെ, ധൃതി പിടിച്ചിട്ട് ചൂട്ടുകെട്ട്. നിങ്ങള് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആജ്ഞപ്രകാരം തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടി, വെളിച്ചം കണ്ടു. മത്സ്യത്തൊഴിലാളികൾ ധൃതി പിടിച്ചിട്ട് തോണി ഉന്തി, അവര് തീരം അണഞ്ഞു. എങ്ങനെയാണ് തെങ്ങിന്റെ മുകളിൽ ചൂട്ട് വന്നത് എന്ന് അന്വേഷണം നടത്തിയപ്പോ കുതുബുസ്സമാൻ പറഞ്ഞതാണ്, അലവി തങ്ങളുപ്പാപ്പ ഞങ്ങളോട് ആജ്ഞാപനം നടത്തിയതാണ്. എവിടെയാണ് തങ്ങളുപ്പാപ്പ ഇരിക്കുന്നത് എന്നവർ ചോദിച്ചു. ഉടനെ തന്നെ ഈ കടലിൽ അകപ്പെട്ടുപോയ 5 പേരും ബഹുമാനപ്പെട്ട തിരൂരങ്ങാടിയിലുള്ള മമ്പറത്തെ തങ്ങളുപ്പാപ്പാന്റെ ഓലമേഞ്ഞ ചെറ്റക്കുടിലിന്റെ അകത്ത് പോയി തങ്ങളെ കാൽക്കളി വീണിട്ട് നന്ദി പറഞ്ഞു പോയി. ആലോചിക്കണം, ഇത്രയും വലിയ കറാമത്ത് കാട്ടിയ കുതുബുസ്സമാൻ, എനിക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി വേണം, എനിക്കൊരു ഖാദിമ വേണം, എനിക്കൊരു സേവകൻ വേണം, എനിക്കൊരു ഹെൽപ്പർ, എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വേണം എന്ന് കണ്ടപ്പോ ഒരു സഹായിയായി തെരഞ്ഞെടുത്തത്, ഒരു പ്രൈവറ്റ് സെക്രട്ടറിയായി തന്റെ അനുയായിയായി പോസ്റ്റ് ചെയ്തത് കോന്തുണ്ണി നായർ എന്ന് പറയുന്ന ഹൈന്ദവ യുവാവിനെയാണ്. അത് ചരിത്രം കേരളത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കോന്തുണ്ണി നായരെ നേതാവാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടാണ്?
ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മമ്പുറത്തെ തങ്ങൾ പാപ്പാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് തങ്ങൾക്കറിയാം. ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മതേതര പൈതൃകമുള്ള രാജ്യത്തിന്റെ മടിത്തട്ടിലാണ്. ഞാൻ ഇസ്ലാമിന്റെ നായകനാണ്. ജനങ്ങൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാതൃകയാക്കപ്പെടേണ്ടതുണ്ട് എന്ന ഉദാത്തമായ വിശ്വാസത്തിന്റെ മുൻപിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ മറുപടിയാണ് കൊടുത്തത്. അതാണ് ബഹുമാനപ്പെട്ട മുത്ത് ശിഹാബ് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ സ്വഭാവം, അതേ പേര്, അതേ ആംഗിൾ നിങ്ങൾ ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ സ്വഭാവങ്ങളെ പറ്റി ഹദീസുകളിൽ കാണുന്ന ഏറെക്കുറെ സ്വഭാവങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ കേരളക്കാരന് കാണാൻ സാധിച്ചു. ഞാൻ പറയുന്നു, എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ ശിഹാബ് തങ്ങളെ കൊണ്ട് ഭാഗ്യം ചെയ്ത മനുഷ്യരാണ്. ആ മനുഷ്യന്റെ ദൗത്യം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് ഇന്ന് ആ മനുഷ്യന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങള്, ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, ഭവന പദ്ധതികള്. ഏതർത്ഥത്തിലും ആ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പാനെ മറക്കാൻ നമുക്ക് സാധിക്കൂല. ഒരു ഹദീസ് ഞാൻ കണ്ടുപോയപ്പോ ശിഹാബ് തങ്ങളെയാണ് ഓർത്തുപോയത്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ആ ഹദീസ് അങ്ങനെയാണ്. ഖൈറുക്കും, ജനങ്ങളെ, നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ മൻ, ഒരുത്തനാണ്, ത്വാല ഉംറുഹു, അവൻ അല്ലാഹു ആവശ്യത്തിന് ഉള്ള ആയുസ് കൊടുത്തു, ദീർഘായുസ് കൊടുത്തു. അതിന്റെ കൂടെ വഹസന അമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മേത്തരം ഉത്തമമായി, ഉത്കൃഷ്ടമായി, ഉദാത്തമായി, ജനോപകാരപ്രദമായി. ബഹുമാനപ്പെട്ട തങ്ങള് അങ്ങനെ ഒരു സേവന മനോഭാവം ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രകടിപ്പിച്ചു. ആത്മീയ നായക, ആലോല പൂങ്കവ, ആദരർമുത്ത് ശിഹാബ് എന്ന സാത്വിക, അങ്ങേ കൊടപ്പനക്കൽ വീട്ടിലുത്തമ ചൈതന്യസാരമായി തീർന്നൊരാമന്നവ, ആദരാലഷ്ടദിക്കിന്നും ആരാധ്യന, ആരംഭർ ത്വാഹ കുടുംബത്തിൻ ശ്രേഷ്ഠന, ബന്ധനങ്ങൾക്കു സമരി സമർത്ഥിച്ച വമ്പർ മുഹമ്മദിൻ പേരുറ്റ പൂമകൻ. അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയാണ്. ഹൈന്ദവ തീവ്രവാദികളുടെ കരങ്ങളെ കൊണ്ട് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളം കലാപഭൂമിയാകാൻ പോവുകയാണ് എന്ന് മാധ്യമങ്ങൾ എല്ലാം എഴുതി. പിറ്റേ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രങ്ങളെല്ലാം ഒലക്കമുക്കി വണ്ടക്ക നിരത്തി എഴുതിപ്പോയി. കേരളം ഇനി കലാപത്തിലേക്ക് കടക്കുകയാണ്. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കൊമ്പ് കോർക്കാൻ പോവുകയാണ്. ക്ഷേത്രങ്ങളിലേക്ക് മാപ്പിളമാര് ആയുധമേന്തിയിട്ട് കടന്നു പോകാൻ പോവുകയാണ്. അങ്ങനെ പ്രശ്നപ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുമ്പോ സൗദി അറേബ്യയിൽ പോലും പ്രസിദ്ധീകരിക്കപ്പെട്ട അറബ് ദിനപത്രത്തിൽ പോലും ഈ വാർത്ത സ്ഥാനം പിടിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നപ്രക്ഷുബ്ധമാകുന്ന, കലുഷിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളം പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് എല്ലാ മാധ്യമങ്ങളെയും പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുറ്റത്തേക്ക് വിളിച്ച് ഒരു കറുത്ത തൊപ്പി ധരിച്ച, കിരീടം വെക്കാത്ത രാജകുമാരനെ പോലെ നമ്മൾ ബഹുമാനിച്ചു പോയ പാണക്കാട്ടിന്റെ അസറമുല്ല മുത്തൊളി മുത്ത് ശിഹാബ് തങ്ങൾ അവറുകള് ആ അഷ്ടഭുജ കസേരയുടെ മേശയുടെ മുമ്പിലേക്ക് വന്നു. മാധ്യമങ്ങളുടെ മൈക്കുകൾ തങ്ങളുടെ ചുണ്ടിന്റെ മുമ്പിലേക്ക് നീണ്ടപ്പോ ആ വിരലൊന്ന് ഉയർത്തിയിട്ട് പറഞ്ഞു, സംയമനം വേണം മക്കളെ. ഈ പ്രസ്ഥാനം സൗഹൃദത്തിന്റെ പ്രസ്ഥാനമാണ്. ഇത് സഹിഷ്ണുതയുടെ പ്രസ്ഥാനമാണ്. അയോധ്യയിൽ ഒരു പള്ളി തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ശരിയാണ്. അതിന്റെ പേരിൽ നമ്മുടെ പാവപ്പെട്ട ഹൈന്ദവൻ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഒരു ഇഷ്ടിക പോലും ഇളകാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിൽ ഡിക്ലെയർ ചെയ്തപ്പോഴാണ് ആയുധം എടുത്തവരുടെ കൈ വിറച്ചുപോയി, ആയുധം താഴെ വീണുപോയി. ഏതാണ് ഈ മനുഷ്യൻ എന്ന് ഹൈന്ദവ സുഹൃത്തുക്കൾ പോലും ചോദിച്ചുപോയി. ഹൈന്ദവ തീവ്രവാദികളായ ആളുകൾ വരെ ചോദിച്ചുപോയി. കൊടപ്പനക്കൽ തറവാട്ടിലും മന്ദസ്മിതം തൂകിയിട്ട് അങ്ങനെ പ്രഖ്യാപനം നടത്താൻ ഒരു രാജകുമാരൻ കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഇത്രകാലത്തുള്ള ചരിത്രങ്ങൾക്ക് ഭംഗം തന്നെ സംഭവിച്ചിരുന്നേനെ. ആ കേരളം പിന്നെ ശിഹാബ് തങ്ങളുടെ പാത മുറകെ പിടിച്ചപ്പോ നമ്മൾ കണ്ടതെന്താണ്? കോഴിക്കോട് മാൻഹോൾ അഴുക്കുചാല് വൃത്തിയാക്കാൻ വേണ്ടി ഹൈന്ദവ മതക്കാരായ രണ്ട് ഹൈന്ദവ സുഹൃത്തുക്കള്, ആന്ധ്ര സ്വദേശികളായ രണ്ട് ഹിന്ദു സുഹൃത്തുക്കള് കോഴിക്കോട്ട് മാൻഹോളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അവര് ശ്വാസം മുട്ടി മരിക്കാൻ പോവുകയാണ് എന്ന് കണ്ടപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുസ്ലിമായ ഒരു സുഹൃത്ത് നൗഷാദ്
താൻ വാങ്ങിവെച്ച ചായ പൂർണ്ണമായി കുടിക്കുന്നതിന്റെ മുമ്പ് ആ സുഹൃത്തുക്കളെ സഹായിക്കാൻ കടന്നു പോവുകയാണ്. ഓട്ടോറിക്ഷ സുഹൃത്തുക്കള്, സഹപ്രവർത്തകരായ ഓട്ടോ ഡ്രൈവർമാര് ഓടിപ്പോകുന്ന നൗഷാദിനോട് പറഞ്ഞുപോയി, അരുത് നൗഷാദ്, ആ ഇറങ്ങിയ രണ്ടുപേര് തന്നെ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമതൊരു മയ്യിത്തായി നീ പോലും മാറാൻ പാടില്ല. നൗഷാദ് പറഞ്ഞുപോയി, അവിടെ കിടക്കുന്നത് മനുഷ്യരാണ്, അവരെ സഹായിക്കൽ എന്റെ ഏറ്റവും വലിയ കടമയാണ്. നൗഷാദ് വാങ്ങിവെച്ച ചായ പോലും കുടിക്കാതെ ഓടി. എവിടേക്കാണ് ഓടിപ്പോയത്? ഓടിപ്പോയത് മാൻഹോളിലേക്കാണ്. അവിടെ വീട് കിടക്കുന്നവരുടെ മതത്തെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന്റെ മുമ്പ് കിടക്കുന്നത് ശ്വാസം മുട്ടിയിട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് രണ്ട് സുഹൃത്തുക്കളാണ്, മനുഷ്യരാണ് എന്ന് കണ്ടിട്ട് നൗഷാദ് ഇറങ്ങി മാൻഹോളിലേക്ക്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ രണ്ട് മരിച്ചു കിടക്കുന്ന മയ്യത്തുകൾക്ക് മുകളിൽ മൂന്നാമതൊരു മയ്യത്തിനെയാണ് സന്നദ്ധ പ്രവർത്തകർ കണ്ടുപോയത്. 3 മയ്യത്തുകളെയും മുകളിലേക്ക് എടുത്തു വെച്ചു. നൗഷാദും ചക്രശ്വാസം വലിച്ചു മരിച്ചുപോയി. ആലോചിക്കണം, 2 ഹൈന്ദവർ മരിക്കാൻ പോയപ്പോ മരിച്ചു കിടക്കുന്ന ഹൈന്ദവരെ സഹായിക്കാൻ പോയി മയ്യിത്തായത് മറ്റൊരു മുസൽമാൻ. ആ മുസൽമാനും മരിച്ചുപോയി എന്ന വിവരം അറിഞ്ഞപ്പോ ആ മുസ്ലിമിനെ സഹായിക്കാൻ വേണ്ടി അവന്റെ കുടുംബത്തിന് പാരിതോഷികമായി 5 ലക്ഷം രൂപ ആദ്യം ഇനാമായി പ്രഖ്യാപനം നടത്തിയത് എറണാകുളത്ത് നിന്നുള്ള ബീഗാഡിന്റെ മുതലാളിയായ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനെയാണ്. ആദ്യം മരിച്ചവർ ഹൈന്ദവർ, അവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി മരിച്ചുപോയവൻ മുസൽമാൻ. ആ മരിച്ച മുസൽമാന്റെ കുടുംബത്തെ സഹായിക്കാൻ കടന്നു വന്ന മൂന്നാമൻ ഒരു ക്രൈസ്തവൻ. ഈ കമ്മ്യൂണൽ ഹാർമണി ഗുജറാത്തിൽ കാണാൻ സാധിക്കുമോ? ഇത് ബീഹാറിൽ കാണുമോ? ഇത് ഉത്തരേന്ത്യയിൽ കാണുമോ? അതാണ് ഇവിടെ രണ്ട് വിഭാഗം തയ്യാറായി. ഒന്ന് ഉമറാ, മറ്റൊന്ന് ഉലമാ. റെയിൽവേ ട്രാക്ക് പോലെയാണ്. ദീർഘദൂര തീവണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ റെയിൽവേ ട്രാക്ക് പോലെയാണ് കേരളത്തിലെ ഉലമാക്കളും ഉമറാക്കളും. ഒന്നാമത്തെ ട്രാക്ക് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്, അതേ ദിശയിൽ ഒരു വളവ് പോലും ഇല്ലാതെ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കും അതേ ദിശയിലാണ് പോകുന്നത്. ഒന്നാമത്തെ ട്രാക്ക് കേരളത്തിലെ ഉലമാക്കളാണ്. ആ ട്രാക്കിന്റെ അതേ ദിശയിൽ ഇപ്പുറത്ത് ഉമറാക്കൾ പോയി. ഇത് കേരളത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. ഇന്ത്യ രാജ്യത്തെ ഏത് സ്റ്റേറ്റിനും ഇത് അവകാശപ്പെടാൻ സാധ്യമല്ല. അത് സമസ്തയായിട്ട് ഉണ്ടാക്കിയ ഹെറിഡിറ്റിയാണ്. അവിതർക്കിതം, നിസ്തർക്കം, അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായി അത് പറയാൻ നമുക്ക് സാധ്യമാണ്. അത് സമസ്തയുടെ പാരമ്പര്യം കൊണ്ടാണ്. കാരണം എന്താ? ഇവിടുത്തെ ഉലമാക്കളെയും ഉമറാക്കളെയും ഒരു ചരടിൽ നിർത്താൻ ബാലവി തങ്ങൾക്ക് സാധ്യമായി, മമ്പറത്തങ്ങൾക്ക് സാധ്യമായി. ഇതൊക്കെ ഇവർക്ക് കൈവശമായിട്ട് ലഭിച്ചത് മാലിക് ദീനാറിൽ നിന്നാണ്. മാലിക് ദീനാർ ജീവിതത്തിലൂടെ ഒരു ഹിസ്റ്ററി അത് പഠിപ്പിച്ചപ്പോ അതിനെ ഫോളോ ചെയ്യാൻ ആളുകൾ ഇവിടെ കടന്നു വരികയാണ്. മാലിക് ദീനാറിന്റെയും അനുയായികളുടെയും ജീവിതം കണ്ടിട്ടാണല്ലോ ഇസ്ലാമിലേക്ക് ഇവിടെ ആള് വന്നത്. ഈ പന്തലിന്റെ ചോട്ടിലുള്ള നമ്മളൊക്കെ നമ്മുടെ ഒരു പരമ്പരയെ പറ്റി ഒരു അന്വേഷണം നടത്തി, ഒരു പഠനം നടത്തി. 10ാമത്തെ പരമ്പരയിൽ ആരാ, 15ാമത്തെ പരമ്പരയിൽ ആരാ? ഭൂരിഭാഗം ഇരിക്കുന്ന നമ്മളും ഇവിടുത്തെ ഭൂരിപക്ഷക്കാരനായ ഹൈന്ദവന്റെ പേരക്കുട്ടികളാ. കാരണം മാലിക് ദീനാറും കൂട്ടരുമായിട്ട് ഒരു ഡസൻ 12 ചില്ലാനം ആളുകളെ കേരളത്തിൽ വന്നിട്ടുള്ളൂ. അറബികളുടെ പാരമ്പര്യം. അവർക്ക് വിവാഹം ചെയ്ത് മക്കൾക്ക് മക്കളായി ആ പാരമ്പര്യത്തിലൂടെ വന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമായിരിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഭൂരിഭാഗം മുസ്ലിങ്ങളും ഇവിടുത്തെ ഹൈന്ദവൻ ഇവരുടെ മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് കൺവേർട്ടായി കടന്നു വരികയും അവർ മതം മാറുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവരുടെ പിന്മുറക്കാരായി പേരമക്കളായി മക്കളായി നമ്മൾ ഇവിടെ വ്യാപൃതരാവുകയും ചെയ്തു. ശരിക്ക് കേരളത്തിൽ ഇത്രയും വലിയ ഒരു മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചത് തീവ്രവാദത്തിലൂടെയല്ല, ഭീകരവാദത്തിലൂടെയല്ല. പിന്നെ ഇവിടുത്തെ സഹോദര മതസ്ഥര് വന്നാണ്ട് ചോദിക്കുകയാണ്, മാലിക് ദീനാറും കൂട്ടരും കേരളക്കരയിലൂടെ അങ്ങനെ ജീവിച്ചു പോകുമ്പോ, അല്ല മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളുടെ മതക്കാരനായ ഒരാളെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അസ്സലാമു അലൈക്കും. വാട്ട് യു മീൻ ബൈ അസ്സലാമു അലൈക്കും? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് അസ്സലാമു അലൈക്കും? അപ്പോൾ നമ്മളാളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സലാമു അലൈക്കും, ദൈവരക്ഷ, ദൈവ കടാക്ഷം, കർത്താവിന്റെ രക്ഷ, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് വർഷിക്കുമാറാകട്ടെ. അപ്പോ തിരിച്ചിങ്ങോട്ട് മറുപടി പറയുന്നു, വഅലൈക്കും അസ്സലാം. ഇത്ര മനോഹരം. അതുപോലെ നമ്മൾ ദിക്റില്ലുമ്പോ, നമ്മൾ വാഹനം കയറുമ്പോ എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്.
സർവ്വ മതസ്ഥരും അടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ വന്നിട്ട് എല്ലാ മതക്കാരോടും വെള്ളം കുടിക്കാൻ പറയുമ്പോൾ മുസ്ലിമായൊരു മനുഷ്യൻ അവിടെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോൾ 6 മതത്തിന്റെ മര്യാദകൾ ഒരു മുസ്ലിമിനെ അവിടെ പ്രദർശിപ്പിക്കാനുണ്ട് എന്ന് ചരിത്രം നമ്മളോട് പറയാൻ. എല്ലാവരുടെയും കയ്യിൽ, സർവ്വമതക്കാരുടെയും കയ്യിൽ ഓരോ ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു, അല്ലെങ്കിൽ വെള്ളം കൊടുത്തു. അവരെല്ലാം വെള്ളം കുടിച്ചു. എന്നാൽ ഒരു മുസ്ലിമായ സഹോദര, നീ മതത്തിന്റെ പരിപ്രേക്ഷ്യത്തിലൂടെ ജനങ്ങളെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ 6 ചിട്ടകൾ, 6 കടമകൾ, 6 മര്യാദകൾ ബോധ്യപ്പെടുത്താൻ വിധിക്കപ്പെട്ടവനാണ്. ഇൻകുന്ത മുസ്ലിമ, നീ ഒരു മുസ്ലിമാണെങ്കിൽ നീ അതിന് ബാധ്യസ്ഥനാണ്. നിന്റെ ഒന്നാമത്തെ കടമ എന്താണ്? ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോ, ഇത് എത്ര സില്ലിമീറ്ററാണ് പച്ചവെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സീരിയസ് കേസ് ഒന്നുമല്ല. ഒരു സില്ലി, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ആ പച്ചവെള്ളം കുടിക്കുന്നിടത്ത് പോലും നീ ഒരു മുസ്ലിമാണ് എന്ന കാര്യം പ്രദർശിപ്പിക്കാൻ 6 അച്ചടക്കത്തിന്റെ മര്യാദകളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ബാധ്യസ്ഥനാണ് നീ എന്ന് നമ്മളോട് നമ്മുടെ മതം പറയുകയാണ്. ഒന്നാമതായി, നിന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോ നീ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം. അത് വെള്ളം കുടിയുടെ ആദ്യത്തെ മര്യാദയാണ്, നമ്പർ 1. രണ്ടാമതായി, നമ്പർ 2, നിന്റെ ഗ്ലാസ് നിന്റെ ഇടത് കൈയിലാണെങ്കിൽ അതിനെ വലത് കൈയിലേക്ക് മാറ്റിപ്പിടിക്കണം. വലത് കൈ കൊണ്ടാണ് നീ ചെയ്യേണ്ടത്. വകാന യുഖദ്ദിമു തയാമുന ഫീ തറജ്ജുലിഹി വതനഉലിഹി വഫീ ഉമൂരിഹി വശുഊനിഹി കുല്ലിഹി. പരിശുദ്ധ റസൂലിന് 10 വർഷം സേവനം ചെയ്ത അവിടുത്തെ സേവകനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉള്ളും പറവും അറിയുന്ന ഒരു മനുഷ്യനാണ് ഈ സഹാബി. ആ സഹാബിയാണ് ചരിത്രത്തോട് 10 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കടന്നുറങ്ങി ജീവിച്ച് ആ പരിചയം നേടി എക്സ്പെർട്ടഡായ ഈ അനസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ നായകനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നന്മയെന്ന് പറയുന്നത് വകാന യുഖദ്ദിമു തയാമുന, പരിശുദ്ധ നായകൻ വലത് കൈയിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. വലത് കൈയിന് എന്നല്ല, വലത് ഭാഗത്തിന്. അവിടുന്ന് ചെരുപ്പ് ധരിക്കാൻ പോകുമ്പോ ആദ്യം വലത് കാലിന്റെ ചെരുപ്പ്, അവിടുന്ന് വെള്ളം കുടിക്കുമ്പോ വലത് കൈ കൊണ്ട് ഗ്ലാസ് പിടിക്കും, അവിടുന്ന് ഖമീസ് ധരിക്കുമ്പോ വലത് കൈയാണ് ആദ്യം ധരിക്കാറുള്ളത്, അവിടുന്ന് മുടി ചീകുമ്പോ വലത് ഭാഗത്ത് നിന്നാണ് മുടി ചീകൽ പ്രവർത്തനം തുടങ്ങാറുള്ളത്, അവിടുന്ന് ജന പോകരുത്. ഇസ്ലാം അന്ന് പറഞ്ഞു, നമ്മൾ കുടിച്ച ക്ലാസ്സിലേക്ക് തന്നെ നമ്മൾ ശ്വാസം വിടാൻ പാടില്ല. അത് മെഡിക്കൽ സയൻസ് പറഞ്ഞു. നമ്മുടെ മൂക്കിലൂടെ പുറത്തേക്ക് വരുന്ന ശ്വാസം മസ്തിഷ്കത്തിൽ നിന്നടക്കമുള്ള ബാക്ടീരിയകളാണ്. അത് വീണ്ടും ഗ്ലാസ്സിലേക്ക് പോകുക, ഗ്ലാസ്സിലൂടെ വീണ്ടും അകത്തേക്ക് പോകുക. നെവർ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? കുടിക്കുന്ന പാത്രത്തിലേക്ക് ശ്വാസത്തെ ഉച്ഛ്വസിക്കരുത്. 5ാമത്തെ അച്ചടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒടുക്കത്തെ ചടക്കം 6ാമത്തെ മര്യാദ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ ആ ഒരു ഗ്ലാസ് അവിടെ വെച്ചിട്ട് പെർഫെക്റ്റായി, അല്ലാഹുവേ ഞാനിപ്പോ വെള്ളം കുടിച്ചു, ചുരുങ്ങിയത് അൽഹംദുലില്ലാ. അതിന്റെ പൂർണ്ണ രൂപം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ സഖാനി അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വമാ സഖാനി മിൽഹൻ ഉജാജൻ ബിദുനൂബി. നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ സഖാനാ അദ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വമാ സഖാനാ മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടാണ് 96% ഇവിടെ ഉപ്പുവെള്ളമാണ്. കടൽ ഉപ്പുവെള്ളമാണ്. ലോകത്തുള്ള വെള്ളത്തിന്റെ 96% വെള്ളവും 4% ശുദ്ധമായ വെള്ളം തന്നെ ഞാനൊന്ന് ദാഹിച്ച് പരവശനായപ്പോ എനിക്ക് കുടിക്കാൻ തന്ന റബ്ബേ. പെണ്ണിന്റെ കർമ്മശാസ്ത്ര നിങ്ങൾ ആലോചിക്കണം. പണ്ട് സ്വന്തം പീരിയഡ് ടൈമിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്നുള്ള മസാല ചോദിക്കാൻ ഖതീബ് ഉസ്താദിന്റെ അടുത്തേക്ക് സ്ലിപ്പിൽ ചോദ്യം എഴുതി കൊടുക്കേണ്ട ഗതികേട് നമ്മുടെ പാവപ്പെട്ട സഹോദരിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അവളെ ജ്യേഷ്ഠത്തി മറുപടി പറയാൻ, അവളെ അനിയത്തി മറുപടി പറയാൻ ആ ഒരു സാഹചര്യം നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാക്കിയെടുത്തത് വഫിയയാണ്. വഫിയമാര് വന്നു. അൽഹംദുലില്ലാഹ്, ആയിരക്കണക്കിന് കുട്ടികൾ വഫിയ എക്സാം, എൻട്രൻസ് എക്സാം എഴുതിയപ്പോ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ 200 ചില്ലാനം ആളുകളാണ് അതിലേക്ക് പ്രവേശനം നേടിയത്. വഫിയ സ്ഥാപനങ്ങൾ വളരണം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭൂമി കൊടുക്കണം. ഭൂമി കൊടുക്കണം. 1 ഏക്കർ 1 ഏക്കറും ഭൂമിയൊക്കെ കൊടുത്താലേ പുതിയ വഫിയ സ്ഥാപനങ്ങൾ വരുള്ളൂ. കാരണം 1600 കുട്ടികൾ, 2000ന്റെ അടുത്ത് കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ഈ വഫിയയിലേക്ക് എൻട്രൻസ് കിട്ടിയത് 200 സംതിങ് കുട്ടികൾക്ക് മാത്രമാണ്.
അപ്പോൾ ആ ഒരു വ്യത്യാസം, ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ട്യൂട്ടോറിയൽ കോളേജിലേക്കും കോപ്പറേറ്റീവ് കോളേജിലേക്കും പോയി ഭൗതിക വിഷയങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആത്മീയമായി യാതൊരു ഇതുമില്ലാതെ നടക്കുകയാണ്. അപ്പൊ അത് ശരിയല്ല. അവരിലേക്ക് ശരിക്ക് ഒരു സ്പിരിച്വൽ പവർ, ഒരു ആത്മീയമായിരിക്കുന്ന ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. സമാദരണീയനായ നമ്മുടെ MLA അവർ സണ്ണി ജോസഫ് അവർ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടി ഹൃദ്യമായ സ്വാഗതം അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. ഏതായാലും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്വന്തം പേരിലും SKSSF-ൻ്റെയും SYS-ൻ്റെയും കർമ്മകാമികളായ കർമ്മകുശലരായ ഭാരവാഹികളുടെ പേരിലും അദ്ദേഹത്തിന് ഹൃദ്യമായ ഊഷ്മളമായ സ്വാഗതം അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുന്നില്ല. ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റിന് വേണ്ടി. കാരണം അവരൊക്കെ പൊളിറ്റിക്സിൽ വലിയ ബിസിയുള്ള ആളുകളാണ്. ഇനി നമ്മളോട് നീതി പുലർത്തണം, അടുത്തൊരു ടീം അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരോട് നീതി പുലർത്തണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുടെ മുകളിലാണ് അവരൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ MLA-യിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിനും ഈ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതമായ ആരോഗ്യകരമായ ജനോപകാരപ്രദമായ പ്രക്രിയകൾക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമപരമായ അതുപോലെ തന്നെ രാഷ്ട്രീയമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഈ പ്രസ്ഥാനം ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ആ ഒരു ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ ഞാൻ അദ്ദേഹത്തോട് വളരെ വിനീതമായി റിക്വസ്റ്റ് ചെയ്യുകയാണ്. തീർച്ചയായും നമ്മൾ അദ്ദേഹത്തോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തീർത്തും അദ്ദേഹം നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വിശാല മനസ്കതയോടുകൂടെ മറുപടി കൊടുത്തതാണ്, ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യും എന്ന കാര്യത്തെപ്പറ്റി. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശാലമായ സദസ്സിൽ ഇങ്ങനെ വിശുദ്ധ റമദാനിന്റെ ആത്മീയ ചൈതന്യം പേറിയിരിക്കുമ്പോൾ നമുക്ക് ആർക്കും ക്ഷീണമില്ല. ലവലേശം ക്ഷീണത്തിന്റെ ലാഞ്ചന പോലും നമ്മളെ തൊട്ട് തീണ്ടിയിട്ടില്ല. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നേരായി. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുൻപ് ആമാശയത്തിലേക്ക് അന്നം കടത്തിയ ആളുകളാണ് നമ്മൾ. ഇനിയും മണിക്കൂറുകളോളം നമ്മൾ സന്ധ്യാനേരം വരെ, ഇപ്പൊ മധ്യാഹ്നമായിട്ടുള്ളൂ, ഇനി സായാഹ്നം പിന്നിടണം, സന്ധ്യ വരണം. ആ നേരത്താണ് നമ്മളൊരു കാരക്ക ചീളി ചുണ്ടിലേക്ക് വെച്ചിട്ട് നോമ്പ് തുറക്കുന്നത്. 13-14 മണിക്കൂർ, അതും ഉമിനീരിന്റെ കൂടെ കഫം ഇറങ്ങിയാൽ പോലും നിന്റെ വ്രതം സാധൂകരിക്കപ്പെട്ടിട്ടില്ല എന്ന് കണിശമായി നിഷ്കർഷിക്കപ്പെടുന്ന പരിശുദ്ധ മതത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ മുറ്റത്ത് എത്ര പരിപക്വമായിട്ടാണ് നമ്മൾ നോമ്പിനെ കാണുന്നത്. എന്നിട്ട് പോലും നമുക്ക് യാതൊരു ക്ഷീണമില്ല, അവശതയില്ല, യാതൊരു ആലസ്യവുമില്ല, അലംഭാവവുമില്ല. നമ്മൾ അങ്ങനെ ഹൃദയം തുറന്നിരിക്കുകയാണ്. ഇതൊരു ആത്മീയ ശക്തിയാണ്, മറ്റൊന്നുമല്ല. നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതും ഇത്രയും കഠിനമായ വിശപ്പിന്റെ ഇടയിലും ഒന്ന് സുസ്മേരവതരാകാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുന്നതും സ്പിരിച്വൽ പവർ. ഇതൊരു ആത്മീയ ശക്തിയാണ്. അള്ളാഹു ആത്മീയതയെ നിലനിർത്തി തരുമാറാകട്ടെ. ഞാൻ ഗോയിങ് ടു എ ബ്രേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അതിഥി പ്രിയപ്പെട്ട സണ്ണി ജോസഫ് MLA അവർ നമ്മളോട് സംവദിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ പ്രസംഗം തൽക്കാലം ഒന്ന് ബ്രേക്ക് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ഏകദേശം നമ്മൾ 12 മണിയിലേക്ക് അടുത്തു. അതോടുകൂടെ നമ്മുടെ സയ്യിദ് അവർ ഇവിടെ കടന്നു വരികയാണ്. ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ബഹുമാന്യനായ MLA അവർകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹലോ സ്നേഹമുള്ളവരെ, ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത വിധം നമ്മുടെ പേരാവൂർ മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാർ ഈ മഹത്തായ വേദിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, SYS SKSSF സംഘടനകളുടെ ഈ റംസാൻ പ്രഭാഷണ പരമ്പരയിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ച സംഘാടകരോട് ഞാൻ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വളരെയേറെ കാലിക പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന ബഹുമാനനായ ഉസ്താദ് മുനീർ ഹുദവി വിളയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം താൽക്കാലികമായി
ഒരു ബ്രേക്ക് കൊടുത്തുകൊണ്ടാണ് എനിക്ക് സംസാരിച്ച് പോകുന്നതിനുള്ള ഒരവസരമൊരുക്കിയത്. അദ്ദേഹത്തോടും ഞാൻ പ്രത്യേകം നന്ദി പറയും. അദ്ദേഹം കാണിച്ച സന്മനസ്സിന്റെ മുൻപിൽ ഞാൻ ഒരു കാരണവശാലും നീട്ടി പ്രസംഗിക്കാൻ പാടില്ല. വിളക്കോടെ സുഹൃത്തുക്കൾ, ഈ സംഘടനയുടെ നേതാക്കന്മാർ, പ്രവർത്തകരെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. നന്മയുടെ പ്രതീകങ്ങളായി ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നവരാണ്. റംസാൻ വ്രതമനുഷ്ഠിക്കുന്ന മുസ്ലിം സഹോദരന്മാരുമായി ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ കൂടുതലായി അടുത്ത് പരിചയപ്പെടാനും ഇടപഴകാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇവിടെ ഉസ്താദ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭക്ഷണം, ജലപാനീയം എല്ലാം ഉപേക്ഷിക്കുമ്പോഴും മനസ്സിന്റെ നന്മയിൽ പ്രാർത്ഥന നിരതമായി ഈ ദിവസങ്ങളെ, പുണ്യദിനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി നിഷ്കർഷ ബുദ്ധിയുള്ളവരാണ് ഇവിടുത്തെ മുസ്ലിം ജനത എന്നെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നോമ്പിന്റെ അനുഭവം എന്ന് പറഞ്ഞ് ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് ഒരു പത്രം നിങ്ങളുടെ അനുഭവം ഒന്ന് ചെറിയ വാക്കുകളിൽ എഴുതി തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് എൻ്റെ അനുഭവം പറഞ്ഞത്. എത്രയോ തീഷ്ണമായിട്ടാണ് ഈ ദിനങ്ങളെ ആധ്യാത്മികതയുടെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ, മനുഷ്യ ശരീരം മാത്രമല്ല മനുഷ്യ മനസ്സുകളുടെ നന്മയാണ്, പുണ്യപ്രവൃത്തിയാണ് ഏറ്റവും അത്യാവശ്യം. പടച്ചവനെ വിശ്വസിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് സൽകൃത്യങ്ങൾ ചെയ്യാൻ, പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ, പ്രാർത്ഥന നിരതമായി ജീവിക്കാനുള്ള ഉത്സുകതയാണ് ഈ ദിനങ്ങളുടെ സന്ദേശം. ആ സന്ദേശം കൂടുതലായി പ്രചരിപ്പിക്കാൻ, ഉൾക്കൊള്ളാൻ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഈ പ്രഭാഷണ പരമ്പര ഉപകരിക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങൾക്കെല്ലാം റംസാൻ ആശംസകൾ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദ് അവർകൾ പ്രഭാഷണം തുടരുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വിതരണം ചെയ്ത നമ്മുടെ കവറുകളിൽ വിവിധോദ്ദേശങ്ങൾ വെച്ചിട്ട് ദുആ കൊണ്ട് അഭ്യർത്ഥന നടത്തിയ ആളുകൾ ഒക്കെ ഇങ്ങോട്ട് കവറുകളിൽ സംഭാവന സഹിതം അത് കൊടുത്തയച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും വലിയൊരു ബ്രീഫായിട്ടുള്ള ഒരു വിശദീകരണം ഇവിടെ വായിക്കപ്പെടൂല. സമയത്തിൻ്റെ ദൗർലഭ്യം നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് അത് എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രഭാഷണം തുടരുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയുടെ പേരിലുള്ള സഹായ നടത്തിയതിൻ്റെ ശേഷം അവർ ദുആക്ക് പ്രത്യേകം അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് എന്താണ് അസുഖം എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ രോഗത്തെ ഒന്നുമല്ലാതെ അതിൻ്റെ എല്ലാ വൈറസുകളെയും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് നിർവീര്യമാക്കി കൊടുക്കുമാറാകട്ടെ. നാഥൻ ആഫിയത്തും ആയുരാരോഗ്യവും ആയുസ്സും ആ കുട്ടിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇവിടെ നോമ്പ് തുറക്കാൻ ആവശ്യമായ ഈത്തപ്പഴത്തിൻ്റെ പാക്ക് നമ്മളെ സദസ്സ് പിരിയുന്നതിൻ്റെ മുൻപായി വിതരണം ചെയ്യപ്പെടുന്നതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കും സഹായിച്ച ആളുകൾക്കും എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. SKSSFൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി ടിൻ കളക്ഷൻ ഇവിടെ ബക്കറ്റ് പിരിവ് നടക്കുകയാണ്. എല്ലാവരും റമദാനല്ലേ, ഞാനൊന്നും പറയണ്ടേ, 5ഉം 10ഉം കൊടുക്കുന്നിടത്ത് 100 200 കൊടുത്താൽ റബ്ബ് കാണുന്നുണ്ടല്ലോ.
എല്ലാവരും ഒന്ന് കാര്യമായിട്ട് സഹായിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഇത്രയും വലിയൊരു ബഡ്ജറ്റോട് കൂടെയുള്ള വിശാലമായ ഒരു പന്തല്, ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം, ലൈറ്റ് സിസ്റ്റം, മറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഇതിനൊക്കെ വലിയ ചിലവാകും. അപ്പം അതൊക്കെ നമ്മുടെ സംഘാടക സുഹൃത്തുക്കൾ വഹിച്ച് വളരെ റിസ്ക് എടുത്ത് അതിനൊക്കെ ആവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നല്ല സജ്ജീകരിക്കപ്പെട്ടൊരു വേദി നമ്മുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. മേൽവർഷങ്ങളിലും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന ദീനി സദസ്സുകളൊക്കെ അവർക്ക് സംഘടിപ്പിക്കണമെങ്കിൽ സാമ്പത്തികമായി അവർ വീക്കായാൽ പിന്നെ അവർ പറയും, കഴിഞ്ഞ വർഷം പരിപാടി നടത്തിയത് തന്നെ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകരുത്. എല്ലാവരും കാര്യമായിട്ട് സഹായിക്കുക, നമ്മളെ നീയത്തൊക്കെ നന്നാക്കുക. സ്വതക്ക കൊടുക്കുമ്പോൾ നീയത്ത് വേണമെന്നാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും നീയത്ത് വേണം. ദാനം കൊടുക്കുമ്പോൾ അല്ലാഹുവേ നിന്റെ മാർഗത്തിലുള്ളൊരു സ്വതക്കയാണ്. പ്രത്യേക മുറാദുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മുറാദ് കൂടി മനസ്സിൽ കരുതുക. ആരോട് പറയണ്ടല്ലോ, നമ്മുടെ റബ്ബ് നമ്മളെ കൽബ് കാണുന്ന റബ്ബല്ലേ. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. आ कल्ब लेके नोकुना खुदा जल्ल शानो आप लोगों के पैकर से नहीं देखते हैं, जिस्म से नहीं देखते हैं. आप लोग जैसे कपड़े पहनते हैं वैसे कपड़े को अल्लाह नहीं देखता है, अल्लाह देखता है सिर्फ आप लोगों का ज़हन के अंदर क्या ख्याल रखा. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എന്തൊരു ചിന്തയാണ് പ്രതിഷ്ഠിപ്പിച്ചത്, അതാണ് പടച്ച റബ്ബ് നോക്കുന്നത്. അതിലേക്കാണ് അല്ലാഹുവിന്റെ തിരുനോട്ടമുള്ളത്. അതുകൊണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ നീ ഈ ലോകത്തിന്റെ അത്ഭുതാവഹമായ പ്രതിഭാസങ്ങളെയൊന്നും വെറുതെ പടച്ചതല്ല തമ്പുരാനെ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകാഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുന്ന വിറകായി ഞങ്ങളുടെ ശരീരങ്ങൾ മാറുന്നതിൽ നിന്ന് നീ ഞങ്ങൾക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യണേ റബ്ബേ. ഇവിടെ ദോഷം പൊറുക്കപ്പെട്ടാലേ അടുത്ത പത്തില് അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാവല് തരണേ, സ്വർഗത്തിൽ ഒരു സീറ്റ് തരണേ എന്ന് പറയാൻ നമുക്ക് യോഗ്യതയുള്ളൂ. അങ്ങനെ പറയുന്നവർക്ക് തീർച്ചയായും അല്ലാഹു സ്വർഗത്തിൽ ഒരു സീറ്റ് കൊടുക്കും. പാപങ്ങൾ പൊറുക്കപ്പെട്ടവൻ അല്ലാഹുവിനോട് സ്വർഗം വേണമെന്ന് പറയുകയാണെങ്കിൽ യെസ് യു ആർ ക്വാളിഫൈഡ്, നീ അതിന് യോഗ്യതയുള്ളവനാണടാ, നിനക്ക് സ്വർഗമുണ്ട് എന്നല്ലാഹു നമ്മളോട് തിരിച്ചു പറയും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് നടത്തുന്ന മലക്കുകളോട് തിരിച്ചു പറയുന്നതാണ്. ഈ മഗ്ഫിറത്തിന്റെ പത്തിരി നമ്മൾ നിർവഹിക്കേണ്ടത് പാപമോചനമാണ്. വെറുതെ അങ്ങനെ വായുണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്നൊന്നും പറഞ്ഞാല് പാപമോചനം ആകൂല. അതൊരു ദിക്ർ, ഓൺലി എ ദിക്ർ, അതേ ആവുള്ളൂ. എന്താ ഒന്ന് തൗബ ചെയ്താൽ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം തൗബ ചെയ്ത ആളുകൾ തന്നെ തുലോം തുച്ഛമല്ലേ? നിങ്ങൾ ചിന്തിച്ചോക്ക്, തൗബ ഇത്ര വലിയൊരു സംഭവമാണോ? നമ്മളിലേക്ക് ചേർക്കുമ്പോൾ വലിയൊരു സംഭവമാണ്. തൗബ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. പക്ഷെ എത്ര സിമ്പിളായി ചെയ്യാവുന്നൊരു കാര്യമായത് തൗബ. നമ്മൾ ആകെ തൗബന്റെ ഒരു വാക്ക് പറയുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا. അല്ലാഹുവേ ഞങ്ങളുടെ മേൽ തൗബ സ്വീകരിക്കണേ തമ്പുരാനേ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. തൗബന്റെ ശരിക്കുള്ള റൂൾസ് പാലിച്ച്, കണ്ടീഷൻസ് പാലിച്ച് നമുക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് തൗബ ചെയ്യാം. തൗബ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അള്ളാന്റെ നമ്മളുടെ ഇടയിൽ വേറൊന്നുമില്ല. നമ്മൾ റബ്ബിനോട് പക്ക തുറന്നങ്ങട്ട് പച്ച മലയാളത്തിലാണ് പറയുന്നേ, നമ്മളെ ദുഃഖം പറയാ. അവിടെ കൽബിന്റെ പൂട്ടങ്ങട്ട് പൊട്ടണം. നിഫാഖ് പാടില്ല, കാപ്പട്യം പാടില്ല. പകൽ സമയത്ത് ഒരു ദുഹർക്കോ അസർക്കോ പള്ളിയിൽ പോയിട്ട് നമ്മൾ ഒന്നാം സഫിൽ ഇരുന്നിട്ട് ഇങ്ങനെ ശരിക്ക് കരഞ്ഞു തോൽക്കുകയാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളില് പിന്നിലെ ആളുകൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നലിന്റെ അംശം വന്നാൽ തന്നെ ആ ദുആന്റെ പെർഫെക്ഷൻ പോയി. എന്നാ ചില ആൾക്കാരുണ്ട് മണിയറയിൽ സ്വന്തം ശയ്യ പങ്കിട്ട് കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ രാത്രികാലങ്ങളിൽ എണീറ്റ് ആരോരും അറിയാതെ എല്ലാവരും തണുപ്പിന്റെ കട്ടിക്കരിമ്പടം പുതച്ച് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ എണീറ്റ് വന്നു. സഹധർമ്മിണി പോലും അറിഞ്ഞില്ല, സഹശയനം നടത്തിയ സഹധർമ്മിണി പോലും അറിയാതെ ബാത്റൂമിലേക്ക് പോയി അംഗസ്നാനം നിർവഹിച്ച് വുളു എടുത്ത് മുസല്ലയിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് ഖിയാമുൽ ലൈൽ നടത്തി. അല്ലാഹുവിന്റെ മുമ്പിൽ ഇവനങ്ങട്ട് കൈ പൊക്കുമ്പോ ഇവനൊരു ബോധമാണ്, ഈ കൂരിരുട്ടിൽ എന്നെ കാണാൻ ആളില്ല. അതുകൊണ്ട് ഞാൻ ഇനി കരഞ്ഞു പോയാൽ എന്റെ കലങ്ങിപ്പോയ കണ്ണിനെയും കണ്ണീരിനെയും കാണാൻ ഇവിടെ ആളില്ല. ധൈര്യമായിട്ട് ദുആ ചെയ്യാം, ധൈര്യമായിട്ട് കരയാം, ധൈര്യമായിട്ട് തൗബ ചെയ്യാം. അവിടെ തൗബാന്റെ ഷർത്തുകളെ പാലിച്ച്
ഒരു 10 മിനിറ്റ് നേരം കണ്ണടച്ച് അള്ളാന്റെ ദർബാറിലേക്ക് കണ്ണും കൈയും നട്ടിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു ദുആ ഉണ്ടല്ലോ, അത് തന്നെയാണ് തൗബ. അത് ജീവിതത്തിൽ നിർവഹിക്കാത്ത ആളുകൾ എത്ര പേരുണ്ട്? അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അപ്പം ശരിക്ക് നമ്മളുടെ ഒരു ആത്മീയ വശത്തെ പുറത്തെടുക്കാൻ നമുക്കൊക്കെ സാധ്യമാണ്. ഇവിടെ ഒരു കൗൺസിലർ വന്നു, ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആൾ വന്നു, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് വന്നു. നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമ്മളോട് നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ചിരിക്ക്, നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ചിന്തയുടെ ഏകാഗ്രത ഒരേ ഭാഗത്തേക്ക്, ചിന്ത പതറിപ്പോകാൻ പാടില്ല. കണ്ണടക്കാൻ പറയുമ്പോൾ കണ്ണടക്കോടെ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള മടിയൊന്നും നമുക്കുണ്ടാവില്ല. നമ്മൾ ശരിക്ക് പാലിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസം. നമ്മളത് ചിന്തിച്ചു നോക്ക്, ഇതാരും അറിയാതെ നമുക്കൊരു തൗബ ഈ മഗ്ഫിറത്തിന്റെ 10 അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ എപ്പോഴാ സൗഭാഗ്യം കിട്ടുക? ഇതൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? ഇത്രയും വലിയ സുരഭിലമായ സുന്ദരമായ മുഹൂർത്തം ജീവിതത്തിൽ മറ്റേതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? അതുകൂടി നമ്മൾ തിരിച്ചറിയണം. തൗബ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റമാണ്. ഞാനൊക്കെ കുറെ തെറ്റ് ചെയ്തല്ലേ എന്നാണ് നമ്മുടെ യുവാക്കൾക്കുള്ള ഏറ്റവും വലിയ കുറ്റബോധം. അവർക്ക് താൻ പോരിമയാണ്. പഠിച്ചോനെ, ഞാൻ കുറെ തെറ്റ് ചെയ്തു പോയി. എന്റെ തെറ്റുകൾ കടലിലെ തിരമാലകളിലൂടെ കടന്നു വരുന്ന പതകളെപ്പോലെ, നുരകളെപ്പോലെ, കുമിളകളെപ്പോലെ അനേകമാണ് തമ്പുരാനെ. എന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കപ്പെടാൻ, എന്റെ തൗബ എങ്ങനെ സ്വീകരിക്കപ്പെടാൻ, ഞാൻ എങ്ങനെ പാപമോചനം നടത്തി ശുദ്ധ ഹൃദയത്തിന്റെ ഉടമയാകാൻ? അതുകൊണ്ട് എനിക്കതിനുള്ള അവസരമില്ല എന്ന് ധരിച്ചു വെച്ച ആൾക്കാരാണ് ഇന്ന് ഭൂരിഭാഗം യുവാക്കളും. അബൂനവാസി എന്ന് പറയുന്ന ഒരു തെമ്മാടി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. ഇസ്മുഹു അബൂനവാസ്. തെമ്മാടി എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാത്ത തെറ്റ്, തെമ്മാടിത്തരം ഇല്ല, അതെല്ലാം അവൻ ചെയ്തു. വലുതും ചെറുതുമായ തെറ്റുകുറ്റങ്ങളെ രഹസ്യവും പരസ്യമായിട്ടും ഒറ്റക്കായും കൂട്ടത്തിലായും അബൂനവാസ് ചെയ്തു. നാട്ടിലെ പേര് കേട്ട കുപ്രസിദ്ധനായ തെമ്മാടി. അവൻ കള്ളുഷാപ്പ് നടത്തുന്നുണ്ട്, വേശ്യാവൃത്തിക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അത്രയും വലിയ വൃത്തികെട്ട ദുഷ്ടൻ. ആ അബൂനവാസ് മരിച്ചിട്ടുണ്ട്. അബൂനവാസ് എന്ന് പറഞ്ഞാൽ തന്നെ അന്ന് ഫേമസ് ആണ്. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ നോക്കി ബന്ധുക്കൾ പോയി മഹല്ലിലെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കൽ പോയി പറഞ്ഞു, ഉസ്താദേ, നമ്മുടെ അബൂനവാസ് മരിച്ചിട്ടുണ്ട്, മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങ് കടന്നു വരണം, മയ്യത്തിന് ദുആ ചെയ്യാനും അങ്ങ് കടന്നു വരണം. ഉസ്താദ് പറഞ്ഞു, അബൂനവാസാണ് മരിച്ചതെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാനും എന്നെ കിട്ടൂല, അവന് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യാനും എന്നെ കിട്ടൂല. അവൻ നാട് കണ്ട ഏറ്റവും വലിയ തമ്മാടിയാൻ. അവന് ദുആ ചെയ്യാനാണോ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? നിങ്ങൾക്ക് വേറെ പണിയില്ല മനുഷ്യന്മാരെ എന്ന് ഉസ്താദ് തിരിച്ചടിച്ചു പോയി. അവര് പോയി, ബന്ധുക്കൾ തിരിച്ചുപോയി. കാരണം ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അബൂനവാസിന്റെ കയ്യിലിരിപ്പ് അത്രയും മോശമാണ്. അതുകൊണ്ടാണ് ഉസ്താദ് കൂടി അങ്ങനെ പ്രതികരിച്ചത്. നമുക്ക് മടങ്ങാം. അവര് മടങ്ങിപ്പോയി. മയ്യത്തായി കിടക്കുന്ന അബൂനവാസിന്റെ ഡ്രസ്സ് മാറാൻ വേണ്ടി ബന്ധുക്കള് അബൂനവാസ് ശരീരത്തിൽ ധരിച്ച കമീസ് എടുത്തു മാറ്റുമ്പോ കമീസിന്റെ പോക്കറ്റിൽ നിന്നൊരു തുട്ട് കടലാസ് ലഭിക്കുകയാണ്. ആ കടലാസിൽ 3 വരി കവിതയാണ് എഴുതിയത്. ആ കവിതയുടെ അർത്ഥം പിടുത്തം കിട്ടാത്ത ബന്ധുമിത്രാദികള് നേരെ പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കലേക്ക് കടന്നു പോയിട്ട്, നിസ്കരിക്കാൻ എന്നെ കിട്ടൂല, ദുആ ചെയ്യാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ ഉസ്താദിന്റെ കയ്യിലേക്ക് അബൂനവാസ് എന്ന മയ്യത്തായി കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന കമീസയുടെ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് ലഭ്യമായ ഒരു തുട്ട് കടലാസ് കൊടുത്തപ്പോ അതിൽ 3 വരി ബൈത്തുകളാണ്. അത്ഭുതപ്പെട്ടു പോയി ഉസ്താദ്. യാ റബ്ബി നദമതു ദുനൂബി കസറതൻ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ളമു. അബൂനവാസ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് തൗബയുടെ വാചകമാണ്. തൗബ ചെയ്തിട്ടാണ് അബൂനവാസ് മരിച്ചത് എന്ന് ഈ കവിത ബോധ്യപ്പെടുത്തുന്നതാണ്. യാ റബ്ബി ഇന്നദമതു ദുനൂബി കസറതൻ فلقد علمت بأن عفوك أعظمه إن كان لا يرجوك إلا محسنا فبمن يلوذ ويستجير المجرم. അല്ലാഹുവേ, ഇൻ അളമതു ദുനൂബി കസറതൻ. ഈ കവിത എഴുതുന്ന അബൂനവാസ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ
തെറ്റ് ചെയ്ത തമ്മാടിയാണ് തമ്പുരാനെ. പക്ഷെ പാവപ്പെട്ട അബൂ നിവാസിനെ മതപണ്ഡിതന്മാര് പറഞ്ഞു കേട്ടതായി കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്ത് ഫലഖദ് അലിംതു, ഈ തമ്മാടിയായ അബൂ നിവാസ് പഠിച്ചിട്ടുണ്ട് തമ്പുരാനെ. എന്ത് ബി അന്ന അഫ്വക അഅദമോ, എന്റെ പാപങ്ങൾ, എന്റെ തെറ്റുകുറ്റങ്ങൾ കടലിലെ ദുരകളെക്കാൾ കുമിളകളെക്കാൾ അനേകായിരങ്ങളാണെങ്കിലും ശരി, നിന്റെ മാപ്പ്, നീ മാപ്പ് കൊടുക്കുന്ന നിന്റെ സ്വഭാവം അതിനേക്കാൾ വിശാലമാണ് എന്ന് എവിടെ വെച്ചൊക്കെയോ പാപിയായി ഞാൻ കേട്ടുപോയിട്ടുണ്ട് തമ്പുരാനെ. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പ് തമ്മാടിയായ അബൂ നിവാസിന് പറയാനുള്ളത്, യാ റബ്ബി, അല്ലാഹുവേ, ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനൻ, നിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ, നിന്നോട് കാര്യങ്ങളെ ചോദിക്കാൻ, തേടി വാങ്ങാൻ നല്ല മനുഷ്യന്മാർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യം ഉള്ളത് എങ്കിൽ എന്നെ പോലുള്ള കള്ളുകുടിയന്മാരായ തമ്മാടികളായ ആളുകൾ ആരോട് പോയിട്ടാണ് പിന്നെ പാപമോചനം നടത്തുക തമ്പുരാനെ? എന്റെ ദുഃഖം പിന്നെ ഞാൻ ആരോട് പങ്കുവെക്കും? അതുകൊണ്ട് കുറ്റവാളിക്കും നിന്റെ അടുക്കൽ പ്രവേശനമുണ്ട് എന്ന് മതപണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവേ, എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ തൗബ ചെയ്യുകയാണ് തമ്പുരാനെ, മാപ്പ് താ അല്ലാ. ആ 3 വരി കവിത കണ്ടിട്ട് ഉസ്താദ് ഡ്രസ് മാറ്റി എന്നാ ഇറങ്ങുക. നമ്മൾ അബൂ നിവാസിന് മയ്യത്ത് നിസ്കരിക്കണം, നമ്മൾ അബൂ നിവാസിന് പാപമോചനത്തിന് വേണ്ടി തേടണം. അബൂ നിവാസ് തൗബ ചെയ്തിരിക്കുന്നു. ഇത്ര കാലം ഒരു പുരുഷായുസ് മുഴുവൻ തമ്മാടിയായി നടന്ന മനുഷ്യൻ 3 വരി കവിതകളെ കൊണ്ട് ചരിത്രം മാറ്റി. ആ അബൂ നിവാസിനെ ഈ വേദിയിൽ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലവരുടെ കൂട്ടത്തിലാ, നല്ലവരുടെ കൂട്ടത്തിലാ. അതിനാണ് തൗഫീഖ്. അല്ലാഹ് ഹിദായത്ത് തരണമെന്നാണ്ട് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കും. പടച്ചോ ഹിദായത്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണല്ലോ ബിംബാരാധകന്റെ മകനായി ജനിച്ച് ബിംബാരാധകരെ കണ്ട് ജീവിച്ച് വളർന്നു പോയ ഒരു കൊച്ചുകുട്ടി പിന്നെ ആ കുട്ടി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. യുവാവായി മാറിയപ്പോ ആ മനുഷ്യനെ പറ്റി പരിശുദ്ധ റസൂൽ പിന്നെ പറഞ്ഞു പോയി, എന്റെ സിദ്ദീഖിന്റെ കൽബിലുള്ള ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും, എന്റെ സിദ്ദീഖല്ലാത്ത ലോകത്തെ മറ്റ് നല്ല മനുഷ്യന്മാരുടെ ഈമാൻ തുലാസിന്റെ മറുതട്ടിലും വെച്ചിട്ട് നിങ്ങൾ തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഭാരം കൊണ്ട് നിലത്ത് തട്ടിപ്പോകുമായിരുന്നേനെ. परवाने को चराग है बुलबुल के फूल बस सिद्दीक के लिए है खुदा के रसूल बस. പരിശുദ്ധ റസൂലിനെ അത്രമാത്രം സ്നേഹിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ആ മനുഷ്യൻ അബൂ ഖുഹാഫയുടെ മകനായി ജനിച്ചു, ബിംബാരാധകന്റെ മകനായി ജനിച്ചു, മുശ്രിക്കായി ജീവിച്ചു. ആ മനുഷ്യൻ പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 1ാമത്തെ ഖലീഫ. ചിന്തിക്കണം, ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഖത്താബിന്റെ മകനായ വില്ലാളി വീരനാൻ, വീരശൂര പരാക്രമിയാൻ. എവിടെ കണ്ടാലും റൗഡിയായ ഉമറിനെ കണ്ടാൽ പെണ്ണുങ്ങൾ വീട്ടിൽ ഒളിക്കുകയാണ്, ഉമർ തമ്മാടിയാണ് എന്ന് വരെ മുദ്ര കുത്തപ്പെട്ട ആ മനുഷ്യൻ, പച്ചയോടെ തന്റെ പിഞ്ഞു മക്കളെ പച്ചമണ്ണിൽ കുഴിച്ചു മൂടിയ മനുഷ്യൻ, ആ മനുഷ്യനാണ് പിന്നെ ത്വാഹ ഖുർആൻ തുറക്കാൻ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى. ഉമർ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായി വന്ന ഇസ്ലാം ആശ്ലേഷണത്തെ പറ്റി മഹാകവി വള്ളത്തോൾ നാരായണ മേനോന് കവിത എഴുതി. ഹൈന്ദവ കവിയായ കേരളത്തിന്റെ മഹാകവി പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മതം മാറ്റം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം കവിത എഴുതി, ജാതകം തിരുത്തി എന്നാണ് ആ മലയാള കവിതയുടെ ശീർഷകം. ജാതകം തിരുത്തി, അഥവാ ഉമർ ജ്യോത്സ്യന്മാര് പറഞ്ഞ ജാതകം പോലും തിരുത്തിയിട്ടാണ് ഇസ്ലാമിനെ പുണർന്നത് എന്ന് മഹാകവി വള്ളത്തോൾ പറഞ്ഞു പോയി. അദ്ദേഹത്തിന്റെ കവിത ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഉമാർ ഭവാൻ ഊരിയ വാളോ ദേവനെ സമാക്രമിപ്പാൻ നടകൊള്ളു സത്വരം
ക്ഷമായുധം കൊണ്ടരിശത്തവൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ കരൾ കകമ്മീവിന ശാന്തി ലക്ഷ്മിതൻ കരസ്ഥ കേളി മുകുരം തദാനനം വിരിഞ്ഞതിങ്കൽ ശിവനെ ചുവന്ന കല്ലരച്ചു തേച്ചാനുരമർശമർക്കടൻ പരസ്യമാക്കുന്ന പിശാചധർമ്മമേ പരന്നഹിക്കുന്ന സഹിഷ്ണു നീയഹോ പരന്റെ ചോരക്കസിനാവു നീട്ടി നിർ പരം കൊതിക്കുന്നു പിശാചിനൊപ്പമേ ക്ഷീണം മെയ്യും മനസ്സും ഗൃഢയുണരുമമാർ കസ്രപാത ക്ഷണത്തിൽ പ്രാണൻ പോയാലും ഇസ്ലാം മതമിതുപടിയാൻ ഞങ്ങളില്ല മണിപ്പൊൻ വീണക്കൊക്കും സരത്തോടവൾ സഹജനതാ മറ്റൊരാളായി ചമഞ്ഞു. പെങ്ങള് ഫാത്തിമ നേരത്തെ ഇസ്ലാമായതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമ സഹജൻ, ആ ഫാത്തിമയുടെ കൂടെ ജനിച്ച ആങ്ങള സഹജനതാ മറ്റൊരാളായി ചമഞ്ഞു. ഫാത്തിമാന്റെ മുമ്പിൽ വന്നിട്ട് ഖുർആന് വാങ്ങിയ ഉമർ ജാതകം തിരുത്തുമാറി ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ പഠിപ്പിച്ചു പോയ ഉമർ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിൽക്കാലം ചരിത്രം കണ്ടത് അങ്ങനെയാണ്. അങ്ങനെ എളിമയുടെ പര്യായമായി ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചു. എന്തേ? അള്ളാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചോണ്ടാ, വേറൊന്നുകൊണ്ടുമല്ല. ആ മനുഷ്യൻ പിന്നെ ഇത്രയും വലിയ ശൂരനും പരാക്രമിയും തീവ്രവാദിയും ഒക്കെ ആയി നടന്ന മനുഷ്യൻ ഇസ്ലാമിന്റെ ഭരണം തന്റെ ചുമലിലേക്ക് വന്ന് വീണ സാഹചര്യത്തില് ലോകത്തോട് പറഞ്ഞു. ഇടക്കിടക്ക് കരയും. രാത്രികാലങ്ങളിൽ നിശാചരനായി നടന്നു പോകാൻ. അല്ലാഹുവേ, ഉമർ ഭരണാധികാരിയായ ഉമർ ഉറങ്ങി. ആ സ്ത്രീകളെ ഭാഗത്തുനിന്ന് ഒന്നങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആ ഇരിക്കുന്ന ചെയർ ഒന്ന് മുന്നിലേക്ക് വലിച്ചിടണം. അവിടെ ബാക്കിൽ പെണ്ണുങ്ങൾ മഴ കൊള്ളുന്നുണ്ട്. ആ ഇരിക്കുന്ന ചെയർ ഒന്ന് മുന്നിലേക്ക് വലിച്ചിട്ടാൽ മതി. സദസ്സ് തെർത്തീപ് തെറ്റിക്കണ്ട, അലങ്കോലാക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. പരിശുദ്ധ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന്റെ നിസ്തുല നായകനാണ്. ഉമറിനും കൊട്ടാരമില്ല, കൂട്ടിനോ പരിവാരമില്ല, ചുറ്റും കാവൽക്കാരുമില്ലാതുള്ള രാജാവ് അമരാ മഹാത്മാവ്. പരിവാരങ്ങളില്ല, രാജസിംഹാസനത്തിന്റെ അശ്വാരൂഢന്മാരില്ല, സൈന്യങ്ങളില്ല, ആയുധ വിഭൂഷിതരായിരിക്കുന്ന ആളുകളില്ല, ഒരു സെക്യൂരിറ്റിയുമില്ല. ആളുകൾ അങ്ങനെ കടന്നു വരികയാണ്. ഈ ഉമർ 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 എന്ന വാക്ക് ഇങ്ങനെ കേട്ട് ധീരനാൻ, വീരനാൻ, വില്ലാളി വീരനാൻ, അറേബ്യയുടെ രാജാവാൻ എന്ന വാർത്തയും വൃത്താന്തവും കേട്ടിട്ട് ഷാമിൽ നിന്നൊരു സംഘം ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഭരണാധികാരിയെ കാണണം. അവിടുത്തെ കൊട്ടാരത്തിൽ പോയി അവിടുത്തെ അദ്ദേഹത്തിന്റെ സൈനികരോട് സമ്മതം ചോദിക്കണം. എന്നിട്ട് രാജാവിന്റെ സിംഹാസനത്തിൽ പോയി ഉമർ എന്ന് പറയുന്ന ഭരണാധികാരിയായ രാജാവിനെ ഒന്ന് കാണണം എന്നൊക്കെ മനസ്സിൽ പൂതി വെച്ച് ഒരു സംഘം ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീരപരിവേഷം കേട്ടിട്ട് ഖലീഫയെ കാണാൻ വേണ്ടി ഷാമിൽ നിന്ന് വണ്ടി കയറുകയാണ്. ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്തവർ മദീനയിലെത്തി. മധ്യാഹ്ന നേരത്താണ്, സൂര്യൻ നട്ടുച്ച നേരത്ത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവര് മദീനയിൽ ഒട്ടകം ഇറങ്ങുന്നത്. എവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ വീട്? ആ ഭരണാധികാരിയുടെ രാജാവിന്റെ കൊട്ടാരം എവിടെയാണ്? ഇവർക്കൊരു പിടുത്തമില്ല. ഇവരിങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിലാണ് അതാ ആ ബദാം മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ ഉറങ്ങുകയാണ്, കടന്നുറങ്ങുകയാണ്. അവരദ്ദേഹത്തിന്റെ നേരെ കടന്നുപോയി. ആ ബദാം മരത്തിന്റെ ചുവട്ടിൽ കടന്നുറങ്ങുന്ന ദരിദ്രനാരായണനെ പോലെ തോന്നിക്കുന്ന, ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച പൊട്ടിയ വയറുമായി ഒരു മനുഷ്യൻ കടന്നിറങ്ങുകയാണ്. ആ മനുഷ്യനെ കാലുകൊണ്ട് തട്ടി ഉണർത്തി. അദ്ദേഹം എണീറ്റു. സഹോദരാ, ഈ ഉമറിന്റെ വീട് എവിടെയാണ്? ഇവർ ചോദിക്കാൻ. ആ സഹോദരൻ പറഞ്ഞുപോയി, ഉറങ്ങിക്കിടന്ന സഹോദരൻ പറഞ്ഞുപോയി, ഏത് ഉമറിനെയാണ് നിങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ മദീനയിൽ ഒരുപാട് ഉമറുമാരുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ ഏതാണ് സുഹൃത്തുക്കളെ? അവര് പറഞ്ഞുപോയി, ഖലീഫ ഉമർ, ഭരണാധികാരിയായ ഉമർ, രാജാവായ ഉമർ, വീരശൂര പരാക്രമിയായ ഉമർ, വില്ലാളി വീരനായ രാജപ്രഭുവായ ഉമർ. ആ മനുഷ്യൻ അങ്ങ് എണീറ്റു. എന്നിട്ട് കൈകൂപ്പിയിട്ട് അവരോട് പറഞ്ഞു, ക്ഷമിക്കണം, ഖലീഫ ഉമർ എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിസംബോധന ചെയ്ത് തിരക്കുന്ന മനുഷ്യൻ വിനീതനായ ഞാനാണ്. ഞാൻ രാജാവല്ല,
എനിക്ക് കൊട്ടാരമില്ല. ഉമറിന്റെ കൊട്ടാരം എവിടെയാണ് എന്ന് ചോദിക്കുന്നവരെ നിങ്ങൾക്ക് തെറ്റി. എന്റെ ഭവനം ഈ മഥാമരത്തിന്റെ ചുവട്ടിൽ തന്നെയാണ്. എന്തിനാണ് നിങ്ങൾ നട്ടുച്ച നേരത്തെ ഇവിടെ ഉറങ്ങുന്നത്? അവരത്ഭുത പരതന്ത്രരായി കാലിക്കല് വീണിട്ട് മാപ്പ് ചോദിച്ചു പോയി. ക്ഷമിക്കണേ ഖലീഫ, ഞങ്ങളോട് പൊറുക്കണേ ഖലീഫ, ഇവിടെ ഉറങ്ങിക്കിടന്ന അങ്ങയുടെ കാലിൽ തട്ടിയിട്ടാണ് ഞങ്ങൾ ഉണർത്തിയത്. എന്നിട്ട് ഭരണാധികാരിയുടെ വീട് എവിടെയാണ്, കൊട്ടാരം എവിടെയാണ് എന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് പൊറുക്കണം, അറിവില്ലാത്ത ജനങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കണം, മറുപടി പറയലും എന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ മുഴങ്ങി ഒരു ശബ്ദം, അത് ഗാന്ധിജി പിന്നെ എടുത്തു പറഞ്ഞ ശബ്ദം. അവിടെ മുഴങ്ങി ഒരു ശബ്ദം, അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്രൈസ്തവ വിദ്യാർത്ഥി പോലും പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ശബ്ദം മറ്റൊന്നുമല്ല, അസ്സയ്യിദു ഖാദിമുൽ ഉമ്മ, നേതാവ് സമുദായത്തിന്റെ സേവകനാണ്. നേതാവ് സമുദായത്തിന്റെ സേവകനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഉമറിനെ പറ്റി നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? ഞാനും ഒരു നേതാവ്, ഞാനും ഇവിടെ ഭരണാധികാരിയായി അള്ളാഹു ചുമതലയേൽപ്പിക്കപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ സയ്യിദുൽ ഉമ്മ എന്ന് പറയുമ്പോ അസ്സയ്യിദു ഖാദിമുൽ ഉമ്മ, സമുദായത്തിന്റെ നേതാവാൻ. ആ നേതാവാകുന്ന ഞാൻ രാത്രി എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ ചൂട്ട് കത്തിച്ചിട്ട്, അല്ലെങ്കിൽ അരണ്ട നിലാവിന്റെ വെളിച്ചുണ്ടെങ്കിൽ ആ നിലാവിന്റെ വെളിച്ചത്തെ കൂട്ടാക്കിയിട്ട് കുറുക്കന്മാര് മാത്രം ഓരിയിടുന്ന മണലാരണ്യത്തിലൂടെ ഏകാന്ത പഥികനായി നടന്നു പോകും. ഏത് വീട്ടിലാണ് വിശപ്പ് കൊണ്ട് പാവപ്പെട്ട കുഞ്ഞു മക്കൾ കരയുന്നത്? മുറലിയല്ലാഹുവിനെ ഒരു ദിവസം കണ്ടതാണ്. കുഞ്ഞങ്ങനെ കരയാണ്. അടിവയറ്റിൽ നിന്ന് വിശപ്പ് വന്നിട്ട് ഉറക്ക് വരുന്നില്ല. ഉമ്മ എന്തെങ്കിലും വേണം. കുട്ടിക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ചട്ടിയിൽ കല്ലിട്ടിട്ട് ചട്ടകം കൊണ്ട് ഇളക്കുകയാണ് ഉമ്മ. ഒന്നുമില്ല, അടുപ്പത്തേക്ക് വെച്ച പാത്രത്തില് വെറും കല്ല്. ഖലീഫ തേങ്ങിക്കരഞ്ഞു ആ വീട്ടിന്റെ മുറ്റത്ത് വെച്ചിട്ട്. ബൈത്തുൽ മാലിൽ പോയി ഗവർണർമാരെ വിളിച്ചു. ഈ ഗവർണർമാരോട് പറഞ്ഞു, ഉമറിന്റെ ഭരണത്തിൽ പട്ടിണി കിടക്കുന്ന മക്കളുണ്ട്, ആ മക്കൾക്ക് അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ കെട്ടി മറുപടി പറയേണ്ടി വരും. അതാണ് ആ മനുഷ്യൻ. ഗാന്ധിജി വെറുതെ പറഞ്ഞൊന്നുമല്ല, ഒരു ആലങ്കാരിക പദപ്രയോഗമായി ഗാന്ധിജി ഭാരതത്തിന്റെ മുമ്പിൽ ഉമർ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞതല്ല. ശരിക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ വെച്ച് ലൈബ്രറിയിൽ ഇരുന്ന് പിന്നെ പഠിച്ച, അപഗ്രഥനം നടത്തിയ യാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പിന്നെ എങ്ങനെയാ കണ്ടത്? കുഞ്ഞുമക്കളെ ജീവനോട് കുഴിച്ചുമൂടിയ ഒരു ക്രൂരനായ മനുഷ്യന്റെ കൽബിനെ ഖുർആനിലൂടെ പുലി പോലെ വന്നവനെ പൂച്ച പോലെയാക്കാൻ, മല പോലെ വന്നവനെ മഞ്ഞു പോലെയാക്കാൻ ഇസ്ലാമിന് സാധ്യമായി. അതാണ് സ്വരാഢ്യമാഹമ്മദവേദഗീതിയാൽ സ്ഥിരാതരാൽ വീർപ്പ് മടക്കി നിന്നഹോ മരാമരം പോലെ സമീരനും തഥാ. വള്ളത്തോള് വീണ്ടും പറയുകയാണ്, മാഹമ്മദ എന്ന സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദു മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ നായകനെ പറ്റിയാണ് വള്ളത്തോള് പറഞ്ഞത്. സ്വരാഢ്യമാഹമ്മദ വേദഗീതിയാൽ പരിശുദ്ധ റസൂലുള്ളാന്റെ പേരുച്ചരിക്കപ്പെട്ട ത്വാഹ എന്ന മുഹമ്മദിനെ അള്ളാഹു വിളിച്ച വചനം ആ ക്രൂരനായ ഉമർ ഖുർആൻ തുറന്നു വായിച്ചപ്പോൾ സ്ഥിരാതരാൽ വീർപ്പ് മടക്കി നിന്നഹോ മരാമരം പോലെ സമീരനും തഥാ. ഉമർ ഈ ത്വാഹ എന്ന് പറയുന്ന വാക്യം അങ്ങ് ഉരുവിട്ടപ്പോ സ്ഥിരാതരാൽ സ്ഥിരമായ റെസ്പെക്ട് കൊടുത്തിട്ട് വീർപ്പടക്കി നിന്നത്രേ മരാമരം, വലിയ മരങ്ങൾ, മരിപ്പറമ്പിലെ മാമരങ്ങൾ. അതുപോലെ സമീരനും തഥാ, മരിപ്പറമ്പിലൂടെ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലും അല്പനേരത്തേക്ക് ശ്വാസം അടക്കി പിടിച്ചുപോയി. എന്താ ഇവിടെ നടക്കുന്നത്? ഒരു വില്ലാളി വീരൻ ഇസ്ലാമിൽ വന്നിട്ട് പൂച്ചക്കുട്ടിയാകുക. അബൂജഹൽ പറഞ്ഞതാണ്, മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഈ മേശപ്പുറത്ത് കൊണ്ടുവന്നാൽ ചുവപ്പ് നിറമുള്ള ഒട്ടകത്തെ 100 എണ്ണം തരും ഞാൻ.
അന്ന് ഒട്ടകം എന്ന് പറഞ്ഞാൽ തന്നെ അറബികൾക്ക് വലിയ സ്റ്റാറ്റസ് ആണ്. ഒട്ടകമുള്ള വീടാണ് എന്ന് പറഞ്ഞാൽ കാറുള്ള വീടാണ് എന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന മാതിരിയാ. അത് ചുവന്ന നിറമുള്ള ഒട്ടകമാണ് അദ്ദേഹത്തിന്റെ ആലയിൽ കെട്ടിയിട്ടത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഷെഡില് ഓഡിയാൻ, ബെൻസാൻ, റോൾസ് റോയ്സ് ആണ് എന്ന് പറയും പോലെ ചുവപ്പ് നിറമുള്ള ഒട്ടകം എന്ന് പറയുന്നത് ആ മുതലാളിയായ വില്ലാളി വീരൻ അബൂജഹൽ ഡിക്ലെയർ ചെയ്തു, മുഹമ്മദിന്റെ ശിരസ് ഛേദിച്ചിട്ട് ഈ ടേബിളിന്റെ മുഖത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നവനെ ചുവപ്പ് നിറമുള്ള ഒട്ടകത്തെ 100 എണ്ണം ഈ അബൂജഹൽ ഇനാമായി പ്രഖ്യാപിക്കുകയാണ്. അത് കേട്ടപ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു കുതിച്ചത്. ഉമാർ ഭവാനൂരിയ വാളോടേവനെ സമാക്രമിപ്പാൻ. ഭവാൻ പ്രിയപ്പെട്ട ഉമറെ, അങ്ങ് ഊരിയ വാളോടെ ഏവനെ ആരെ സമാക്രമിപ്പാൻ, പൂർണ്ണമായി കൊല ചെയ്യാൻ നടകൊള്ളു സത്വരം. ധൃതി പിടിച്ചിട്ട് എവിടേക്കാണ് ഈ ഒട്ടകപ്പുറത്ത് പോകുന്നത്? ക്ഷമായുധം കൊണ്ടരിശത്തെ വെൽകയാം സുമാനുഷർക്കുറ്റ ജയം ജഗത്തിതിൽ. ക്ഷമ കൊണ്ട് അരിശത്തെ ജയിക്കണം, അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് എന്ന് ഉമറിനോട് വള്ളത്തോട് ചോദിക്കുമ്പോ വള്ളത്തോടിന്റെ കൂടെ പിന്നെ ഉമർ വരികയാണ് ആ കവിതയിൽ. ക്ഷീണം മെയ്യും മനസ്സും ഗൃണയുടരുമാർ കസ്രഭാദക്ഷണത്തിൽ. പിന്നെ പറഞ്ഞത്, പ്രാണൻ പോയാലും ഇസ്ലാം മതം ഇത് വെടിയാൻ ഞങ്ങളില്ല. ആരാ പറയുന്നത്? മുഹമ്മദിന്റെ തലയെടുത്തിട്ട് മേശപ്പുറത്ത് വന്നിട്ട് 100 ഒട്ടകത്തെ സ്വന്തമാക്കും എന്ന് പറഞ്ഞ വീരാളി പറയുകയാണ്, പ്രാണൻ പോയാലും ഇസ്ലാം മതം ഇത് വെടിയാൻ ഞങ്ങളില്ല. കിട്ടൂല. ആ മനുഷ്യനാണ് പിന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ മനുഷ്യനെ പറ്റിയാണ് പിന്നെ ചരിത്രം പറഞ്ഞത്. എന്ത്? ഇദാ സലക ഉമറുൽ ഫജ്ജ സലക ശൈത്വാനു ഫജ്ജൻ ആഖർ. എന്റെ ഉമർ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ എതിർ ദിശയിലൂടെ പിശാച് വരുന്നുണ്ടെങ്കിൽ ആ വരുന്നത് ഉമറാണ്, വഴി മാറിക്കോ എന്ന് പിശാച് തന്റെ കൂട്ടുകാരോട് അടക്കം പറയുന്നത് മുഹമ്മദ് കേട്ടിട്ടുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്ത് വന്നിട്ട് എന്ന് പറഞ്ഞൊരു മുരടൻ അനക്കും, ഒരു ശബ്ദം പുറപ്പെടുവിക്കും ഉമർ റളിയല്ലാഹു അൻഹു. എന്തിന്? അള്ളാന്റെ റസൂലിന്റെ വീട്ടിന്റെ ഉള്ളിൽ റസൂലുള്ളാന്റെ ഭാര്യന്മാര് അള്ളാന്റെ റസൂലായിട്ട് തമാശ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വാതിൽ തുറന്നിട്ടാണ്ട് ചെല്ലുന്നത് മര്യാദയില്ലല്ലോ. അപ്പൊ ഒരു കൊരക്കും, ഒന്ന് ചുമക്കും, ഒന്ന് മുരടനനക്കും. വേറെ ഏത് സഹാബികൾ വന്നാണ്ടും ചെയ്യുന്ന പണി തന്നെയാണ്. വീട്ടിന്റെ വാതിലിന്റെ പുറത്ത് വന്നാണ്ട് അള്ളാന്റെ റസൂലും ഭാര്യന്മാരും വീട്ടിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തൊരാൾ വന്നണ് എന്ന് അറിയിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഭാര്യന്മാര് റസൂലുള്ളാന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും, ഒരാൾ വന്നണ്, അവര് വളരെ ആക്കം പോലെ എണീക്കാറുള്ളൂ. പക്ഷേ ഉമറിന്റെ ശബ്ദം കേട്ടാൽ തന്നെ അവർക്കറിയാ, ഓടും, അടുക്കളയിലേക്ക് ഓടും. ഭാര്യന്മാര് തന്നെ പറയാണ്, ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം പോലും ഞങ്ങളെ പിടിച്ചിരുത്തിപ്പോയി. ഞാനെങ്ങനെ റഅയ്തുനീ ഫിൽ ജന്ന. നബി തങ്ങൾ ഒരു ദിവസം വന്നിട്ട് സഹാബത്തിനോട് മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞു പോയി, ഇന്നലെ രാത്രി ഞാൻ ആയിഷാന്റെ കട്ടിലിൽ കിടക്കുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഞാൻ എന്നെ കണ്ടു, ഞാൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിലൂടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കൊട്ടാരം കണ്ടു. എനിക്ക് ആ കൊട്ടാരം വല്ലാതെ ഇഷ്ടമായി തോന്നി. മണിമന്ദിരങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് ഞാൻ നടന്നുപോയി. കൊട്ടാരം വല്ലാതെ എന്നെ ഹഠാത് ആകർഷിച്ചു. ഞാൻ ഹൂറുല്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിനോട് ചോദിച്ചു, ആ കൊട്ടാരം ഒന്ന് കാണട്ടെയോ? ഹൂറുല്ലീങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു. കൊട്ടാരത്തിന്റെ കവാടം തുറന്നപ്പോൾ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട താഴ്ഭാഗത്തിലൂടെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശീതീകരിച്ച കൊട്ടാരം. അത് കണ്ടപ്പോ ഞാൻ ഉള്ളിലേക്ക് കാലെടുത്തു വെച്ചു. വെറുതെ ഒന്ന് ചോദിച്ചതാണ്, ലിമൻ ഹാദൽ ഖസ്ർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണ് ഹൂറുല്ലീങ്ങളെ? അവര് പറഞ്ഞു പോയി, ഇത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഉമറിനുള്ളതാണ്. അങ്ങയുടെ സഹാബിയായ ഉമറിന് വേണ്ടി അള്ളാഹു സ്വരുക്കൂട്ടിയ കൊട്ടാരമാണ്. ഞാൻ അറിയാതെ എന്റെ കാല് പിറകോട്ട് വലിച്ചുപോയി. അപ്പൊ സഹാബികൾ ചോദിച്ചു, അതെന്തിനാണ്? ഉമറിന്റെ കൊട്ടാരാന്ന് അറിയുമ്പോ ഉമറിന്റെ സമ്മതമില്ലാതെ കൊട്ടാരത്തിലേക്ക് കയറിയ, അല്ലെങ്കിൽ തന്നെ ഉമറിന്റെ ഗൗരവം നമുക്ക് ദുനിയാവിൽ അറിയാം, അല്ലെങ്കിൽ തന്നെ ഉമറിന്റെ ഗൗരവം നമുക്കറിയാം. അതുകൊണ്ട് ഉമറിന്റെ കൊട്ടാരമാണെന്ന് കേട്ടപ്പോ ഉള്ളു കാണാൻ വേണ്ടി കാല് ഉള്ളിലേക്ക് വെച്ച ഞാൻ എന്റെ കാലിനെ അറിയാതെ പിറകോട്ടെടുത്തു പോയി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വപ്നം പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ കഥാപാത്രമേ ഉമറെ അങ്ങും ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. റസൂലേ, ഈ ഉമറിന്റെ വിഷയത്തിൽ അങ്ങ് അങ്ങനെ പറഞ്ഞല്ലേ?
ഉമറിനെ പറ്റി അങ്ങനെ ചിന്തിച്ചല്ലേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. എന്ത് ചരിത്രം നമ്മളോട് പറയാം. ഇങ്ങനെയൊക്കെ അല്ലേ ഞാനതാ പറഞ്ഞത്. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് ആ ഹിദായത്തിലൂടെ മാറ്റിയെടുത്ത ആൾക്കാരാ അവരൊക്കെ. എന്നാൽ ഇബ്നു സഖ, ബൽആം ഇബ്നു മഊറ, അങ്ങനെ വലിയ വലിയ ഔലിയാക്കന്മാരെ നമുക്കറിയാം. ബൽആം ഇബ്നു ബഊറ എന്നൊക്കെ പറഞ്ഞ ബനു ഇസ്രായേലിലെ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അടുക്കൽ ആളുകൾ ക്യൂ നിന്നിട്ട് മന്ത്രിച്ചൂതാൻ വേണ്ടി ക്യൂ നിൽക്കും, കുട്ടികളെ ഭാവി പ്രവചിച്ചു കൊടുക്കും. ആ ബൽആമിന്റെ മുമ്പിൽ വന്നാണ്ട് ആൾക്കാർ പറയും നാളെ മഴ പെയ്യോ എന്നൊക്കെ ചോദിക്കും. നാളെ മഴ പെയ്യൂല, നാളെ ശാന്തമായ അന്തരീക്ഷമാണ് പറഞ്ഞ പോലെ. അങ്ങനെ കാലാവസ്ഥ വരെ ആ മഹാനായ മനുഷ്യൻ പ്രവചിച്ചിരുന്നു. 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കാണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അർശ് നോക്കി, അള്ളാഹു എഴുതി വെച്ച ലൗഹ നോക്കി ഈ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലൗഹയിലേക്ക് കണ്ണെത്താനുള്ള ആത്മീയതയുടെ മൂർച്ച ബൽആം ഇബ്നു ബഊറക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഉസ്താദിനെ ബഹുമാനിച്ചില്ല. സ്വന്തം ഗുരുനാഥന്റെ ഗുരുത്തക്കേട് കിട്ടി. അവിടെ കുറച്ചിങ്ങനെ എന്താ ഇപ്പൊ എനിക്കും അത്യാവശ്യമൊക്കെ ഇല്ലേ, നിന്നെയും തേടിയിട്ട് ആൾക്കാർ വരുന്നില്ലേ എന്നൊരു തോന്നലിന്റെ ലാഞ്ചന. അള്ളാഹു പറഞ്ഞു, ഒന്നായി അവിടെന്നോ ഖുർആനിൽ ഇന്നും കാണാം ആ മനുഷ്യൻ മരിച്ചുപോയി എന്നല്ല പറഞ്ഞത്, ചത്തുപോയി. ഏതുപോലെ നായ മണ്ണ് കപ്പും പോലെ മണ്ണ് കപ്പിയിട്ടാണ് അവൻ മരിച്ചുപോയത്. നികൃഷ്ടനാക്കി അല്ലാഹു. ഈ കൽബിൽ നിന്ന് ഈ വെളിച്ചം പോയാൽ പിന്നെ മനുഷ്യൻ എന്ന പദപ്രയോഗത്തിന് തന്നെ അർത്ഥമില്ല. നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യനേക്കാൾ അള്ളാഹു മൂല്യം കൊടുത്തത് മുഗല്ലദായ നജസ് നായക്കാണ്. മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യന്റെ റൂഹിന് അള്ളാഹു ഹുർമത്ത് കൊടുത്തിട്ടില്ല എന്നാ. നായക്ക് അള്ളാഹു ആത്മാവ് കൊടുത്തിട്ടുണ്ട്, റൂഹ് കൊടുത്തിട്ടുണ്ട്. സ്വർഗത്തിലും നായകളുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലാണ്. ഇസ്ലാം പഠിപ്പിച്ചു മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാലും ഹുർമത്തില്ല. നമ്മുടെ ആത്മാവിന് ഹുർമത്ത്, പവിത്രത, അത് വേണമെങ്കിൽ നമ്മൾ ഇസ്ലാമിലൂടെ തന്നെ ജീവിക്കണം. ഇസ്ലാമിന്റെ അഹ്ലുകാരനായിട്ട് ജീവിക്കണം. ആ ഹിദായത്തിന്റെ വലിയ തെളിവുകളാണ് നമ്മുടെയൊക്കെ പ്രസ്ഥാനം നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഹക്കിന്റെ പാതയിലാണോ എന്ന് സവിസ്തരം തെളിയിക്കുന്നത് നമ്മുടെ ഔലിയാക്കന്മാരായ ഉലമാക്കളാണ്. നമുക്ക് നേതൃത്വം തന്നവരാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത്, ശംസുലമായി തങ്ങളുടെ വഫാത്ത്, അല്ലാഹുവിന്റെ റസൂൽ വിട പറയുന്ന അതേ ദിവസം സുബൈവാങ്കിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ശൈഖുന ശംസുലമായി തങ്ങള് ആ ബാങ്കിന് ജവാബെന്നോണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, പള്ളിയിലെ ബാങ്കിന്റെ ശബ്ദം അവസാനിക്കുമ്പോ ഇവിടെ അള്ളാന്റെ വരിയായ മനുഷ്യന്റെ ശബ്ദം അവസാനിക്കുകയാണ്. യാസീൻ ഓതുന്ന മനുഷ്യൻ വൈലൈഹി തുർജഊൻ എന്ന് പറയുന്നതും അപ്പോഴാണ്. 3 ഖത്മ ചെയ്ത് ശംസുലുലമ കണ്ണടച്ചു പോയി. എത്ര അത്ഭുതമാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കെ.ടി. മാനു ഉസ്താദ് കോഴിക്കോട് ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം അങ്ങനെ നടക്കുമ്പോ ക്ഷീണിതനാണ്, വളരെ ക്ഷീണിതനാണ്. ജനലക്ഷങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് തിരയിട്ടടിക്കുന്ന സാഗരത്തിന്റെ ഇപ്പുറത്തൊരു സമാന്തര ശുഭ്രസാഗരം തീർത്തിട്ടങ്ങനെ തിരമാലകളെ പോലെ ഉജ്ജ്വലമായി നിലകൊള്ളുമ്പോ ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് വന്നു. ജനങ്ങളെല്ലാരും ഒന്ന് ഒഴിഞ്ഞു കണ്ടു. സ്വാഗത പ്രഭാഷണം നടത്തേണ്ടത് മാനു ഉസ്താദാണ്. ആ ജനങ്ങളെ മുഴുവൻ തന്റെ നിറഞ്ഞ കണ്ണോടെ കണ്ടിട്ട് ശൈഖുന കെ.ടി. മാനു ഉസ്താദ് സ്വാഗത ഭാഷണം നടത്താൻ എനിക്ക് പറ്റൂല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്, എന്റെ അണികളെ കാണാൻ വന്നതാണ്. സ്റ്റേജിലേക്ക് വന്നു. എന്റെ ബഹുമാന്യനായ ഗുരുനാഥൻ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവർകളാണ് അന്ന് ജമിയത്തുൽ മുഅല്ലിമീനിന്റെ സമ്മേളനത്തിന് ആകസ്മികമായി ഓർക്കാപ്പുറത്ത് നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഗതം പറഞ്ഞത്. ബഹാവുദ്ദീൻ ഉസ്താദ് സ്വാഗതം പറയാൻ എണീറ്റ് നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ മുമ്പിലൂടെ, ചെറുശ്ശേരി ഉസ്താദിന്റെ മുമ്പിലൂടെ അവരുടെ കൈ പിടിച്ച് പിന്നെ ജനലക്ഷങ്ങളോട് കൈകാട്ടിയിട്ട് അഭിവാദ്യം പറഞ്ഞ് മാനു ഉസ്താദ് ഒറ്റ മിനിറ്റ് കൊണ്ട് വേദി വിട്ട് ഇറങ്ങിപ്പോയി. 20 മിനിറ്റേ സമയം വേണ്ടി വന്നുള്ളൂ. ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി ഹൈദരലി ശിഹാബ് തങ്ങള് ആ ജനലക്ഷങ്ങളോട് വിളിച്ചു പറഞ്ഞു പോയി, നിങ്ങളെ കാണാൻ വന്നിട്ട് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ മാനു ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. മാനു ഉസ്താദിന്റെ മയ്യത്താണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനുള്ളത്.
ജനലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് ജനലക്ഷങ്ങളെ ക്ഷണിച്ചതും അതിന്റെ പ്രധാന സംഘാടകനായ കിട്ടി മാനൂസ്താദാൻ. ആ ജനങ്ങളെ മുഴുവാണ്ട് വിളിച്ച് വരുത്തിയിട്ട് എന്റെ മയ്യത്ത് നിസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ എന്ന് പറയാതെ പറഞ്ഞു ഒരു മഹാൻ. ഇപ്പൊ അടുത്തല്ലേ അത്? നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇത്രയും വലിയ അത്ഭുതപ്പെടുത്തുന്ന കറാമത്തുകൾ നമ്മുടെ മുമ്പിലൂടെ കോയക്കുട്ടി ഉസ്താദിനെ ചിന്തിച്ചു നോക്കുങ്ങള്. സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിപ്പിച്ച മനുഷ്യനാണ്. ആ ഖബറിൽ ഇറങ്ങിയിരുന്നിട്ട് എത്ര റമദാനിന്റെ പകലുകളിലാണ് ഖുർആൻ തുറന്നിരുന്നിട്ട് ആ സൂഫി വര്യനായ മനുഷ്യൻ ആനക്കരയുടെ വീട്ടുമുറ്റത്ത് പണി കഴിപ്പിച്ച ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നിട്ട് ഖുർആൻ ഓതിയ സമസ്തയുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റാണ് ആഴ്ചകൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. ചിന്തിക്ക്, വഫാത്താകുന്നതിന്റെ തലേ ദിവസം ഭാര്യനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങള് അലോസരങ്ങള് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും, നീ പൊരുത്തപ്പെടണം. ആ പെണ്ണാണ്ട് കരഞ്ഞു, മഹദി കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എന്റെ ക്ലാസ്മേറ്റ് സയ്യിദ് ഹുദവിയുടെ വല്യുപ്പയാണ് കോയക്കുട്ടി ഉസ്താദ്. സയ്യിദ് ഹുദവി പറയാൻ, വല്യമ്മാനെ വിളിച്ചിട്ട് ഉസ്താദ് ഉപ്പ വല്യാപ്പ ശരിക്കാണ്ട് പൊരുത്തപ്പെടിപ്പിച്ചു, ഒരു ഹക്കടപാടില്ലാത്ത രീതിയിൽ. പിന്നെ മക്കളെ മുഴുവൻ വിളിച്ചു. ഒരുങ്ങിയിട്ടുള്ള മരണം, അത്ഭുതപ്പെടുത്തുന്ന മരണങ്ങളായി ഇതൊക്കെ. മക്കളെ മുഴുവൻ വിളിപ്പിച്ചു. എല്ലാ മക്കളെയും പേരമക്കളെയും വിളിപ്പിച്ചിട്ട് വസിയത്തൊക്കെ ശരിക്ക് പറഞ്ഞ് പെർഫെക്റ്റ് ആയി കലിമ ചൊല്ലിയിട്ട് വഫാത്താകുന്ന മനുഷ്യൻ നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം വ്യാഴാഴ്ച ആയിരുന്നു. ചെറുശ്ശേരി ഉസ്താദ് എന്ത് സെലക്ട് ചെയ്യുകയാണെങ്കിലും വ്യാഴാഴ്ച സെലക്ട് ചെയ്യുന്ന ഒരു ശൈലി ചെറുശ്ശേരി ഉസ്താദിനുണ്ട്. വിനീതനായ എനിക്കൊക്കെ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ എന്റെ ഉസ്താദാണ് എന്നതിലുപരി പലപ്പോഴും ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ പരിപാടിക്ക് വരുമ്പോൾ ഷെയ്ഖുന തന്നെ ചെറുശ്ശേരി ഉസ്താദ് തന്നെ പരിപാടി ഏൽക്കുമ്പോൾ ദുആ സമ്മേളനത്തിന് ഉസ്താദിനെ വേണമെന്ന് പറഞ്ഞാണ്ട് സംഘാടകർ വിളിക്കുമ്പോൾ പ്രസംഗത്തിന് ഒരാളെ ദാറുൽ ഹുദയിൽ വേണമെന്ന് പറയുമ്പോൾ ഉസ്താദ് എന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്, ആബിദ് ഹുദവിയെ നിർദ്ദേശിച്ചിട്ടുണ്ട്, പല ഹുദവികളെയും നിർദ്ദേശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കൊക്കെ മലപ്പുറത്ത് പരപ്പനങ്ങാടിയിൽ നിന്നും കുറ്റിപ്പുറത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ഉസ്താദിന്റെ കൂടെ ട്രെയിനിൽ അതേ സീറ്റിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊക്കെ ഈ ലാസ്റ്റ് ഉസ്താദ് കിടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെ കണ്ണൂർ ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി ഉസ്താദ് വന്നപ്പോ ട്രെയിനില് ചായ വിൽപ്പനക്കാരൻ വന്നപ്പോ കാപ്പിയുമായി വന്നപ്പോ ഉസ്താദ് ആദ്യം എന്റെ കയ്യിൽ കാപ്പി വാങ്ങി തന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. ഉസ്താദും കുടിച്ചു. ഞാൻ ഒരു പിതൃതുല്യനായ ഒരു മഹാനാണ് വഫാത്തായി പോയത് എന്നൊരു ദുഃഖം. എന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഉസ്താദിന്റെ അടുത്ത് ചെന്നിരുന്നു. കല്യാണത്തിന്റെ ഡേറ്റ് ഉസ്താദ് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞു, എനിക്കിഷ്ടപ്പെട്ട ദിവസം വ്യാഴാഴ്ചയാണ്, ഈ വ്യാഴാഴ്ച തന്നെ ആയിക്കോട്ടെ. ഞാൻ പിന്നെ വേറെ ഒരു അസൗകര്യങ്ങളും നോക്കിയിട്ടില്ല. സൈനുൽ ഉലമാ ഉസ്താദ് പറഞ്ഞത് പ്രകാരം വ്യാഴാഴ്ച കല്യാണം ഉറപ്പിച്ചു. എന്റെ വിവാഹം വ്യാഴാഴ്ച തന്നെ ആയിക്കോട്ടെ എന്ന് വീട്ടിൽ പോയി പറഞ്ഞു. ഉസ്താദ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് കണ്ടു. ഒരു മാസം മുമ്പ് തന്നെ അതൊരു വ്യാഴാഴ്ചയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്തോ അത്ഭുതം. വീട്ടിൽ അന്വേഷിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിൽ അത്ഭുതമായിട്ട് ഇങ്ങനെ വരികയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വഫാത്താകണോ വ്യാഴാഴ്ചയാണ്. എനിക്ക് കുഞ്ഞ് ജനിക്കുന്നത്, എൻ്റെ ഒന്നാമത്തെ മകൻ അവൻ റാസി ജനിച്ചത് വ്യാഴാഴ്ചയാണ്. ഇപ്പം 3 മാസം മുമ്പ് എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി. ആ കുഞ്ഞും ജനിച്ചത് വ്യാഴാഴ്ചയാണ്. എല്ലാം പാടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു എന്തൊക്കെയോ തോന്നിപ്പോവുക. വ്യാഴാഴ്ചയെ അത്രമേൽ ഇഷ്ടപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞതും വ്യാഴാഴ്ച സുദിനമാണ്. അല്ലാഹുവേ, നിന്റെ മഹാന്മാരെ ഞങ്ങൾ എങ്ങനെ സ്മരിക്കാതിരിക്കും തമ്പുരാനെ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ചെയ്യുന്ന പരിപാടി അള്ളാഹു ബഹുമാനിക്കാൻ, പടച്ചറബ് ആദരിച്ചവരെ നമ്മൾ ആദരിക്കാൻ. അല്ലാതെ നമുക്കൊക്കെ എന്ത്, നമ്മളായിട്ട് എന്ത് നേടി? പിന്നെന്താ? ആ മഹാനുഭാവന്മാരായ മനുഷ്യന്മാരുടെയൊക്കെ ഹുബ്ബുകൊണ്ട് പടച്ചോനെ അവരെ ഫൈലുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടണം എന്നൊരു റിക്വസ്റ്റ് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ അപേക്ഷാദാൻ. അള്ളാഹുവേ, അത് നീ തട്ടല്ല തമ്പുരാനേ. അത് മാത്രമാണ് നമുക്ക് പറയാനും ദുആ ചെയ്യാനും പടച്ചറബിനോട് തേടാനുള്ളത്. അങ്ങനെ നമ്മുടെ മഹാരഥന്മാരായ മഹാന്മാര് മുഴുവൻ ലോകത്തോട് വിട പറഞ്ഞത് ഈ ഒരു രീതിയിലാണ്. ആ രീതി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇപ്പൊ ഇവിടെ എത്തിച്ചേരും. എനിക്ക് വൈകുന്നേരം മറ്റൊരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടായത് കൊണ്ട് ഇനി സുദീർഘമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇനി യാത്ര ചെയ്ത് അവിടെ എത്തേണ്ട ഒരവസ്ഥ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങളൊക്കെ വിനീതനായ എന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ പങ്കാളിയാക്കണം എന്ന്. കാരണം നമ്മളിങ്ങനെ കൂടുന്നു, പിരിയുന്നു, പറയുന്നു, കേൾക്കുന്നു. ഇതിലൊക്കെ അപ്പുറം ഇതൊരു ബന്ധമാണ്. എന്ത്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ബന്ധം.
കാരണം നമ്മൾ കുറേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, നമ്മൾ കുറേ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, റൂഹുകളായ സമയത്ത് അവിടെ വെച്ചും നമ്മൾ കണ്ടുമുട്ടിയവരാണ്. ആത്മാക്കളായ സന്ദർഭത്തിൽ ആലമുൽ അർവാഹിൽ വെച്ചും നമ്മൾ കണ്ടുമുട്ടിയവരാണ്. അവിടെ റൂഹുകളായപ്പോ കണ്ട ആളുകൾ മാത്രമാണ് ഇന്ന് ആലമുൽ അജ്സാദിൽ കാണുന്ന ആളുകൾ. ഇവിടെ കണ്ടിട്ടേ നമ്മൾ പിരിഞ്ഞു പോകൂ. അവിടെ വെച്ച് ആരൊക്കെയോ കണ്ടോ അവർ ഇവിടെ വെച്ചും കാണാതെ മരിക്കൂല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. വല്ലറവാഹു ജുനൂദും മുജന്നദ വമാ തആറഫ മിൻഹാ ഇഖ്തലഫ് വമാ തനാകറ മിൻഹാ ഇഖ്തലഫ്. അത്രയും വലിയ അത്ഭുതങ്ങളിലൂടെ ലോകം സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ വിശുദ്ധ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ, അവനെ മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ വഴിപ്പെട്ട ദാസന്മാരായി കടന്നു വന്നിട്ട് പടച്ചോനെ ദോഷങ്ങളെ പൊറുക്കണേ എന്ന് ദുആ ചെയ്യാൻ, അള്ളാഹുവേ ബുദ്ധിമുട്ടുകളെ നീക്കണേ എന്ന് ദുആ ചെയ്യാൻ, അള്ളാഹുവേ മുറാദുകളെ ഹാസിലാക്കണേ എന്ന് അള്ളാഹുവിനോട് തേടാൻ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു നമ്മുടെ തേട്ടങ്ങൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളെ ദൂരീകരിക്കുമാറാകട്ടെ.